യങ്സ്റ്റേഴ്സിന് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസം കാണുന്നില്ല. സഭയിൽ നിന്ന് യുവാക്കൾ മാറിപ്പോകാനായിട്ട് ഉള്ള കാരണങ്ങൾ അന്ന് മറ്റ് പല കാരണങ്ങളായിരുന്നു. ദൈവത്തിലേക്ക് അടുക്കുന്നതിനുള്ള യഥാർത്ഥ കാരണമായിട്ട് അവർ കാണുന്നത് ഇത്തരത്തിലുള്ള നേട്ടങ്ങളല്ലേ? അല്ല, സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവാവ് ഇന്ന് നോക്കുന്നത് ഇതൊക്കെയാണ്. പക്ഷെ അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള നമ്മുടെ ചർച്ചിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ റിലീജിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി ഒന്നും ഇല്ലാതാക്കുന്നതാണ്. സഭയ്ക്കകത്ത് നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചിട്ടും അവന്റെ വിദ്യാഭ്യാസത്തിൽ ചേർന്നൊരു ജോലി എൻ്റെ സഭയ്ക്ക് നൽകാമായതിന്റെ സഭ നൽകിയില്ല. അവൻ കാശ് പള്ളിയിലേക്ക് കൊണ്ടുവരിക, വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. സംവരണമായിക്കോട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസ സംവരണം. പല അച്ഛന്മാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കരിയറിന്റെ അല്ലെങ്കിൽ ഇതിപ്പോ ഒരു കരിയറായിട്ടാണല്ലോ ആക്ച്വലി കാണുന്നത്. ഒരു യുവാവിന്റെ യൗവനതയെ സമൂഹത്തിന് വേണം. ഓണസ്റ്റി ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യങ്ങർ ജനറേഷൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ ചർച്ച് ആക്ടിവിറ്റികളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് അശ്വിനാണ്. അശ്വിൻ എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാവുന്ന ചർച്ചിലും റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലും ആക്റ്റീവായിട്ട് സീരിയസ് ആയിട്ട് സിൻസിയറായിട്ട് കാണുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ കയർ കോർപ്പറേഷനിലെ ഒരു സ്റ്റാഫാണ്. ഞാൻ അശ്വിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ അശ്വിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അശ്വിനെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. അശ്വിൻ ഇ ഹാംലെറ്റ് എൻ്റെ പേര്. എനിക്ക് ഇതിനെ ഒത്തിരി കാലം കൊണ്ട് പരിചയമില്ല, വളരെ അടുത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിലാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് പുറമെ ഞാൻ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന കേരളത്തിനകത്തുള്ള സഭകളുടെ ഒരു സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ വട്ടിയൂർക്കാവ് അസംബ്ലിയുടെ സെക്രട്ടറി ആയിട്ട് ഈ കാലയളവിൽ ഒരു വർഷമായി ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുവാനും വളരെ റിലവൻ്റായ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും അവസരം കിട്ടി ഞാൻ വളരെ സന്തോഷവാനാണ്. നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണമെന്നും അല്ലെങ്കിൽ പഠിക്കണമെന്നും ഇതിനെക്കുറിച്ച് കേൾക്കണമെന്നും ആലോചിക്കണമെന്നും ഉള്ളതൊക്കെ ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് ഇതിനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ അതിസന്തോഷവാനാണ്. അപ്പോൾ അശ്വിൻ ഈ പറഞ്ഞ പോലെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അതിനകത്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിയലായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ. അപ്പം ഒരു റീസെൻ്റ്ലി പ്രത്യേകിച്ച് ഈ ഒരു ലാസ്റ്റ് 10 years നോക്കുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിന് സീരിയസ് ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസം കാണുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു വിശ്വാസം കാണുന്നില്ല. പലർക്കും ചർച്ചിൽ തന്നെ വളരെ നോമിനലായിട്ട് വരുന്നു, മിക്കവാറും പേര് വരുന്നില്ല. അത് അശ്വിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തൊക്കെയായിരിക്കും അതിനുള്ളൊരു കാരണങ്ങൾ? അല്ല, ഇപ്പോൾ നിതിൻ പറഞ്ഞ ഇതേ വിഷയം നമ്മൾ ഇപ്പോൾ എൻ്റെയും നിതിൻ്റെയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുവാക്കൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നിതിൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. യുവാക്കൾ സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഒത്തിരി സീരിയസ് ആയിട്ട് സഭയുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല, സിൻസിയർ അല്ല, പിന്നെ സഭയിൽ നിന്ന് അകന്നു പോകുന്നു, ഞായറാഴ്ച ദിവസം സഭയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തിൽ കുറവ് വരികയും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം വേർതിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ചിന്ത അനുസരിച്ച് ഞാൻ ഇതിന് സംസാരിക്കാൻ കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിന് പ്രത്യേകതകളായതുകൊണ്ടാണ്. തീർച്ചയായും. പക്ഷേ ഇതുപോലെ തന്നെ ഒരു 10 വർഷമോ 15 വർഷമോ മുൻപ് ഉള്ള വ്യക്തികൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ചിന്ത അനുസരിച്ച് ഇതുപോലെ അവരും സംസാരിക്കും. ഒരുപക്ഷെ അന്ന് യുവാക്കളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഭയിൽ നിന്ന് യുവാക്കൾ മാറിപ്പോകാനായിട്ട് ഉള്ള കാരണങ്ങൾ അന്ന് മറ്റ് പല കാരണങ്ങളായിരുന്നു. ഇന്നൊരു പക്ഷെ നമ്മൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിനകത്ത് തോന്നി, സഭയിൽ നിന്ന് യുവാക്കളൊക്കെ പിന്നോട്ട് പോവുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് എന്തൊക്കെയാണോ നമ്മളെ ത്രെട്ട് ചെയ്തത്, കുറച്ച് കാരണം ഉണ്ടാവുമല്ലോ. അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും മോശമോ അല്ലെങ്കിൽ അതിനോടൊട്ടും സാമ്യമല്ലാത്തതോ ആയ ഒത്തിരി ഘടകങ്ങൾ ഒരു 15 വർഷം മുൻപ് നാം ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, എല്ലാ കാലഘട്ടത്തിലും എല്ലാ അവസരത്തിലും
യുവാക്കൾ എന്ന് പറയുന്നത് എപ്പോഴും സഭയുടെ ചട്ടക്കൂടുകൾ കാത്തു നിൽക്കാനായിട്ട് ആഗ്രഹിച്ചവരല്ല. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ള ഇന്റേണൽ ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ യൗവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന വ്യത്യസ്തമായ ആശയങ്ങളിലേക്ക്, അതിപ്പോൾ മതപരമായ ആശയം തന്നെ ആകാം, അല്ലെങ്കിൽ ദൈവമില്ല എന്നുള്ള ആശയമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയങ്ങളായിരിക്കാം. അതിലോട്ട് അവർക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു സാധ്യത. ഈ 2-3 ഘടകങ്ങളാണ് സഭയിൽ നിന്ന് അവർ പിന്നോട്ട് പോകാനായിട്ടുള്ള കാരണം. അതിനകത്ത് ഞാൻ പറഞ്ഞു എല്ലാ കാലഘട്ടത്തിലും ഇതിന് സമമായ ചിന്തകളുണ്ട്. എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പറയാം, ഈ കോവിഡ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ ഈ ഒരു 10, 50, 60, 70 വർഷത്തിന് ശേഷമുള്ള തലമുറ കാണുന്ന ഒരു വലിയ ഒരു പരീക്ഷണമാണ് കോവിഡ് സമയം. അപ്പോൾ ആ ഒരു സമയം നമുക്ക് പള്ളിയിൽ പോയില്ലെങ്കിലും ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും, അല്ലെങ്കിൽ സഭയിൽ കാണിക്കിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് അസുഖം വന്നാൽ ഞാൻ മരുന്ന് കഴിച്ചേ മതിയാവും, മാറും, ദൈവം എന്നെ ഒന്നും ചെയ്യണ്ട, ദൈവത്തിനകത്ത് പങ്കൊന്നുമില്ല, ഞാൻ എത്ര നന്മ ചെയ്താലും എനിക്ക് അസുഖമൊക്കെ വരും, ഞാൻ സഭയ്ക്കകത്ത് എത്ര ഉന്നതനായാലും അസുഖം എന്നെ പിടിച്ചതാണ്. അതുപോലെ വിശ്വാസത്തിനകത്ത് അതുപോലെ വലിയ വിള്ളലുകൾ വീഴ്ത്താനായിട്ട് അങ്ങനെ കോവിഡ് മഹാമാരി കഴിഞ്ഞു. ഇതും അതിനകത്തൊരു കാരണമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഞാൻ ആദ്യം സഭയ്ക്കകത്തുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞില്ലേ, രാഷ്ട്രീയമായിട്ട് സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളുണ്ട്, വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട് സഭയ്ക്കകത്ത്. ഇപ്പോൾ ഞാൻ KCCയുടെ ഒരു മെമ്പറാണ്, അസംബ്ലിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒത്തിരി സഭകൾ അംഗസഭകളിനകത്തുണ്ട്. വിശ്വാസപരമായി തന്നെ വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും യേശു കർത്താവിനെ സ്നേഹിക്കുന്നു, യേശു കർത്താവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. പക്ഷേ എങ്കിലും നമ്മൾ ക്രിസ്തുവിനെ കാണുന്നതിലും ക്രിസ്തുവിനെ കാണുന്നതിലും നമ്മളൊരു വ്യത്യസ്തത പുലർത്തുന്നവരാണ്. വ്യത്യസ്ത ആംഗിളിലാണ് നമ്മൾ സഭയെ കാണുന്നത്. പല കാര്യത്തിലും സ്നാനത്തിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന കാര്യമായിക്കോട്ടെ, വിവാഹത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഒരു പുരോഹിത വിവാഹം കഴിക്കാമോ ഇല്ലയോ, അപ്പോൾ സമ്പത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ സാമൂഹികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സംവരണത്തിൻ്റെ കാര്യം ആയിക്കോട്ടെ, സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബാഹുല്യം അല്ലെങ്കിൽ സ്ഥാപനം ഇല്ല, അങ്ങോട്ട് എല്ലാം ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവാവ് ഇന്ന് നോക്കുന്ന ഇതൊക്കെയാണ്. അതിപ്പോൾ എല്ലാവരും ഒന്നല്ല, ഒരുപക്ഷെ സഭയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന യുവാക്കൾ ഒരുപക്ഷെ മാറിപ്പോകാനുള്ള കാരണം സഭയുടെ രാഷ്ട്രീയമായിരിക്കാം. അല്ല, ഒത്തിരി നാൾ സഭയുടെ പല പോസ്റ്റിലേക്കും വരാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി വർക്ക് ചെയ്തിട്ട് കിട്ടാതെ വന്നവനായിരിക്കാം. ആ വ്യക്തി എന്താണ് ആഗ്രഹിച്ചത്? സഭയ്ക്കകത്ത് നിന്ന് ആഗ്രഹിച്ചത്, അവനൊരു കസേര ആഗ്രഹിച്ചു, അവനെ സഭയിൽ നിന്ന് കസേര കിട്ടുന്നില്ല, അവനവിടെ പോകും. നമ്മുടെ കാഴ്ചപ്പാടിൽ യുവാവ് സഭയിൽ നിന്ന് പുറത്തോട്ട് പോയി. എൻ്റെ സഭയിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടും, എൻ്റെ സഭയുടെ സ്ഥാപനങ്ങളിൽ എനിക്ക് തൊഴിൽ കിട്ടും, ഈ സ്ഥാപനം ഞാൻ പഠിച്ച ഇന്ന കോഴ്സാണ്, എനിക്ക് ഈ സ്ഥാപനം ജോലിക്ക് പോകാൻ പറ്റും, എൻ്റെ സഭ എന്നെ സഹായിക്കും. ഇത് സഭയുടെ പോസ്റ്റല്ല, സഭ മുഖാന്തരം ഒരു യുവാവ് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ്. സഭയ്ക്കകത്തുള്ളൊരു പോസ്റ്റല്ല, ജോലിയാണ്, അവൻ്റെ ഉപജീവനം. പക്ഷേ അവൻ ഇത്രയും നാൾ സഭയിൽ നിന്നിട്ടും സഭയ്ക്കകത്ത് നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചിട്ടും അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ചേർന്നൊരു ജോലി എൻ്റെ സഭയ്ക്ക് നൽകാമായതിൻ്റെ സഭ നൽകിയില്ല. അവൻ എന്ത് ചെയ്യുന്നു? സഭയിൽ നിന്ന് പതുക്കെ പിന്നോട്ട് വലി. അപ്പോൾ ആക്ച്വലി ഈ സഭയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിനുള്ള യഥാർത്ഥ കാരണമായിട്ട് അവർ കാണുന്നത് ഇത്തരത്തിലുള്ള നേട്ടങ്ങളല്ലേ? അല്ല, അത് പല പെർസ്പെക്റ്റീവ് ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു സഭയെ യുവാവെന്ന നിലയ്ക്ക് യൗവനം എന്ന് പറഞ്ഞ മറ്റൊന്ന്, യൗവനം എന്നുള്ള കാലഘട്ടം നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ക്രൂഷ്യലാണ്. കാര്യം, ഒരു വിദ്യാഭ്യാസം, പിന്നെ തൊഴിൽ, കുടുംബജീവിതം, ഈ മൂന്നിലും ഒരു യുവാവ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നൊരു കാലഘട്ടം യൗവനമാണ്. നമുക്ക് യൗവനം ഒരു 35 വയസ്സ് വരെയോ അല്ലെങ്കിൽ 40 വയസ്സ് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം യൗവനം എന്ന കാലഘട്ടം. അത് നമ്മൾ പറയും എത്ര പ്രായമായാലും യൗവനം ഉണ്ടെന്നൊക്കെ പറയും, ഇതൊക്കെ പറയാം. പക്ഷേ എങ്കിലും വളരെ ഒരു 18 വയസ്സ് മുതൽ ഒരു 30-32 വയസ്സിനകത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനകത്ത് അവൻ്റെ വിദ്യാഭ്യാസം വളരെ മെച്ചമായിട്ട് പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. 1. 2, അവൻ്റെ ജീവിതത്തിൻ്റെ അങ്ങേയറ്റം വരെയും അവസാനം വരെയും അവൻ സ്ട്രോങ് ആയിട്ട് ജീവിക്കാനായിട്ട് വേണ്ട സമ്പത്ത് സ്വരൂപിക്കാൻ പറ്റിയ മെച്ചമായ തൊഴിൽ ലഭ്യമാകണം. 2. 3, ഒരു നല്ല കുടുംബജീവിതം.
പക്ഷെ ഇതൊന്നും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് യങ്ങർ ജനറേഷനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ ആക്ച്വലി. ഇപ്പം ഇതൊക്കെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സഭ പ്രൊവൈഡ് ചെയ്യും, ഈ പറഞ്ഞ പോലെ ജോലി, അല്ലെങ്കിൽ ചർച്ചിലൊരു പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങളെ കല്യാണം നടക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഉയർച്ച ഉണ്ടാവും. അങ്ങനെയുള്ള ഇറാഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സഭയ്ക്കകത്ത് ഫാൾസ് ആയിട്ടുള്ള പ്രോമിസ്, ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് സഭ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് യങ്ങർ ജനറേഷൻ വന്ന് അതിനെ റാഷണലി നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഈ പള്ളിയിൽ പോകാത്തവർക്കും ജോലി കിട്ടുന്നു, പള്ളിയിൽ പോകാത്തവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുന്നു, പള്ളിയിൽ പോകാത്തവർക്കും ഉയർച്ച ഉണ്ടാവുന്നു. അപ്പം ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിന് എവര് പറയുന്ന റീസൺ, ഇപ്പം പലരും പറയുന്ന പള്ളി വന്നാൽ മതി നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് ആക്ച്വലി. അപ്പം ഒരു നൈവായിട്ടുള്ള യുവാവ് അത് കേട്ട് കഴിയുമ്പോൾ പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം പള്ളി വരാതെയും പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റാഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മുടെ സഭാ നേതൃത്വം അല്ലെങ്കിൽ ചർച്ച് ലീഡേഴ്സ് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്പീസ്മെന്റ് അല്ലേ ആക്ച്വലി നടത്തുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റാഷണലി യങ്സ്റ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ റാഷണലി യങ്സ്റ്റേഴ്സിനെ തോട്ട് പ്രൊവോക്കിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ അട്രാക്ട് ചെയ്താലല്ലേ ആക്ച്വലി നമ്മളെ ചർച്ചിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ആത്മീയമായിട്ടും സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തലമുറയുണ്ട്. യങ്ങേഴ്സിനകത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ തൊഴിലിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും കുടുംബജീവിതത്തിൻ്റെ കാര്യമായാലും ഭൗതികമായിട്ട് എനിക്ക് സഭയിൽ നിന്ന് വേണം, സഭയിൽ നിന്നുകൊണ്ടാ കിട്ടും എന്ന് അത് ഈ ലീഡേഴ്സ് കൊടുത്തൊരു ഹോപ്പ് അല്ലേ ആക്ച്വലി. അല്ലല്ല, ലീഡേഴ്സ് കൊടുത്ത ഹോപ്പ് എന്നതിലുപരിയായിട്ട് നമ്മൾ പ്രതീക്ഷയാണ്. ലീഡേഴ്സ് 3 വർഷമോ 5 വർഷം കഴിയുമ്പോൾ മാറി വരും. ലീഡേഴ്സ് കൊടുക്കുന്ന ഹോപ്പ് എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ കുഞ്ഞിലെ ജനിച്ചു വരും മക്കളെ നിങ്ങൾ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിലെ കാര്യം പള്ളിയിലെ കാര്യങ്ങൾക്ക് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ സഭയെ കാണുകയും സഭയുടെ കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഞാൻ പിന്നെ കോഴ്സ് പഠിച്ചു വരികയാണ്, അപ്പോൾ എനിക്ക് എൻ്റെ സഭയിൽ നിന്ന് കിട്ടും. അത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഒരു യുവാവെന്ന നിലയ്ക്ക് ഭൗതികമായിട്ട് സഭയിൽ നിന്ന് പലത് ആഗ്രഹിച്ച് സഭയെ നോക്കുന്നവരുണ്ട്. അതൊരു സൈഡ്. അത് ഈ പറഞ്ഞ പോലെ പാരന്റ്സ് തന്നെ അങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്നതല്ലേ ആയിരിക്കാം. നമുക്ക് നീ പള്ളിയിൽ പോകണം, പള്ളിക്ക് നീ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്ക്, നീ ഇന്ന സ്ഥാപനമുണ്ട്, അവിടെ ജോലി കിട്ടും, നീ ഉണ്ട് അവിടെ പള്ളി മുടങ്ങാതെ പോകണം, അച്ഛൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും. ഇതൊക്കെ സാധാരണ ഈ ഭൗതികമായിട്ട് ഒരു യുവാവിനെ സഭയിലേക്ക് അടുപ്പിക്കുന്ന കാരണങ്ങളാണ്. അല്ലാതെ നമ്മുടെ ജീവിതം എന്ത് തകർച്ച വന്നാലും നിന്റെ ക്രിസ്തു കാത്തോളും, യേശുവിനെ കാത്തോളും. സഭയിൽ പോയി സഭ രുചിയാണ്, അതായത് സഭ തണുപ്പാണ്, സഭ ഒരു കരുതലാണ് എന്നൊരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സഭ എന്നത്, ക്രിസ്തു എന്നത് ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു സ്ഥാനമാണ്. അവിടെ ഞാൻ പോണത് ഒരു തൊഴിൽ നേടാനായിട്ടല്ല, എൻ്റെ മനസ്സിനെ യേശുവിൻ്റെ മനസ്സുമായിട്ട് അടുപ്പിക്കാനാണ് എന്നൊരു ആത്മീയമായ തലമുണ്ട്. ആത്മീയമായ തലത്തിൽ സഭയെ സ്നേഹിക്കുന്നവരാരും എന്ത് ചെയ്യൂല, അവർ ഒരു സ്ഥാനം കിട്ടിയില്ല എന്നൊരു സഭ വിട്ടു പോകില്ല, സ്ഥാനത്തിന് വേണ്ടി സഭയെ അപ്രോച്ച് ചെയ്യില്ല. പക്ഷേ ഞാൻ പറയും, നമ്മൾ യുവാക്കൾ സഭ വിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്ന ഒരു പക്ഷം ആൾക്കാർ സഭയെ കണ്ടത് എന്ത് രീതിയിലായിരിക്കും? അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സഭയെ കണ്ടവരാണ്. എനിക്ക് ഇന്ന ബെനിഫിറ്റ് കിട്ടും. അത് ഒരിക്കൽ 100% തെറ്റായിട്ട് പറയുകയല്ല, അവർ ആ ബെനിഫിറ്റിന് സഭയെ അപ്രോച്ച് ചെയ്തതാണ്, പക്ഷെ അവർ കിട്ടിയില്ല. അതാണ് ഒരു ഭാഗം. രണ്ടാമതാണ് പറഞ്ഞത്, ആത്മീയമായ സഭയെ കണ്ട ആൾക്കാരുണ്ടാവും, അവർക്ക് സഭയിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വരും ഉണ്ടാവും. അതിൽ മാറ്റമൊന്നുമില്ല, അവരും വിട്ടുപോകേണ്ടില്ല സഭയിൽ നിന്ന്. പക്ഷേ അവർ സഭയിൽ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ തൊഴിലിൻ്റെയോ ജോലിയുടെയോ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല. അവർ അത്ര അഡമൻ്റായിട്ട് അവർ വിശ്വാസം അർപ്പിച്ചിരുന്ന അവരുടെ ആശയങ്ങളെ തകിടം മറിക്കുന്ന രീതിയിൽ മറ്റു വിശ്വാസങ്ങൾ അവർ കടന്നു വരാൻ സാധ്യത ഉണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ അറിയാം. ഈ വിദ്യാഭ്യാസം വേണ്ടിയിട്ട് ദൂരെയൊക്കെ പോയി പുതിയ ആശയങ്ങൾ അവർ കേട്ടു, അല്ലെങ്കിൽ ഈ കോവിഡ് സമയം തന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ടും കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഈ പഠനത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ അഗ്രഗണ്യമായ തലങ്ങളിൽ പഠിക്കുന്നത് കൊണ്ടും അവർ ദൈവികമായ ഒരു ശക്തിയിൽ നിന്നും ദൈവം എന്ന കാഴ്ചപ്പാടിൽ അവർക്ക് വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ടാവും. സഭയ്ക്കകത്ത് തന്നെ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തതകൾ. ഇപ്പോൾ ഒരു പുരോഹിതൻ ഒരു വേദഭാഗത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ അല്ല മറ്റൊരു വ്യക്തി കാണുന്നത്. തീർച്ചയായും. അതിനകത്ത് ആചാര വ്യത്യാസമുള്ള സംഭവങ്ങളുണ്ടാവും.
അപ്പോൾ ഇപ്പോൾ എൻ്റെ സഭയ്ക്കകത്ത് ആത്മീയമായിട്ട് ഒരു യുവാവ് സഭയെ കാണുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ അതേ താല്പര്യത്തോടെ സഭയിൽ നിന്ന് നമ്മുടെ സഭയിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്ന് മാറുകയും അവൻ്റെ മനസ്സിൽ അത്രമാത്രം തീക്ഷ്ണമായിട്ട് ആത്മീയമായിട്ടുള്ള അനുഭവം മറ്റൊരിടത്തും ലഭിക്കുകയും ചെയ്യും ചിലപ്പോൾ. അതും സഭയിൽ നിന്ന് ഒരു യുവാവിന് മാറാനായിട്ട് കാരണമാകും. ഒരിക്കലും ഈ പക്ഷെ അതൊരു സഭയിൽ നിന്ന് മാറുന്നതാണെന്ന് നമുക്ക് പറയാം. ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറുന്നതാണ്. പക്ഷെ അങ്ങനെ ചർച്ച് എന്ന് പറയുന്ന ബൈ കൺസെപ്റ്റിൽ നിന്ന് മാറുന്നില്ലല്ലോ ആക്ച്വലി. ഇപ്പോൾ ഒരു സഭ നമ്മുടെ ഒരു ഇപ്പം CSI എന്ന് മാറി പെന്തക്കോസ്റ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ കത്തോലിക്കയിലേക്ക് പോകണം, അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കുകയാണ്. അത് സഭയിൽ നിന്നുള്ളൊരു വിട്ടുപോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനെ സഭയിൽ നിന്ന് വിട്ടുപോക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്ത്യാനിയായ വ്യക്തി ഒരു നിതിൻ പറഞ്ഞതുപോലെ CSIയിൽ നിന്ന് പെന്തക്കോസ്റ്റിലേക്ക് പോകുന്നു എന്നൊരു കാഴ്ചപ്പാടിലുപരിയായിട്ട് ഒരു വിശ്വാസം, വിശ്വാസത്തിന്റെ വിശ്വാസത്തിനകത്തുള്ള വ്യത്യസ്തത അയാളുടെ ജീവിതത്തിൽ കടന്നു വരും. അയാൾ ഇന്നലെ വരെ ഏത് വിശ്വാസത്തിലായിരുന്നോ അവിടെ നിന്നൊരു വ്യത്യാസം പുള്ളിയുടെ ജീവിതത്തിൽ വരും. അത് സഭ പിന്നെ ഈ പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഒരു പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്കൊരു സിസ്റ്റമുണ്ട്, CSI സഭയ്ക്കൊരു സിസ്റ്റമുണ്ട്, എല്ലാ സഭകളും സിസ്റ്റം. പക്ഷേ ഈ സമൂഹത്തിൽ ഈ സിസ്റ്റം ഇല്ലാത്ത സഭകൾ ഒത്തിരിയുണ്ട്, ഇൻഡിപെൻഡന്റ്. അത് അവർക്ക് യുവതലമുറയെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസ്സിൽ മാത്രമായ സഭകളുമുണ്ട്. ഇപ്പോൾ CSI സഭ ഒന്നൊരു സിസ്റ്റമാറ്റിക് സഭയാണ്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയിലായിക്കോട്ടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സഭകളാണ്. പക്ഷേ സിസ്റ്റമാറ്റിക് അല്ലാതെ ഭവനങ്ങളിലോ ഏതെങ്കിലും ഹാളിലോ ഒക്കെ അവരൊന്ന് കൂടുന്നു. അവർ കൂടുന്നത് തെറ്റെന്നോ അവിടെ നിന്ന് ലഭിക്കുന്ന ആത്മീയത അല്ല എന്നോ ജഡ്ജ് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ ആളല്ല. പക്ഷേ യുവാക്കളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു പൊസിഷനുള്ള സഭാ വിഭാഗങ്ങളിൽ നിന്ന്, മെയിൻ സ്ട്രീം ചർച്ചസിൽ നിന്ന് അവർക്ക് ലഭ്യമാകാനുള്ള ഒരു സ്പേസിൽ നിന്ന് അവരെ അടർത്തി മാറ്റുന്നത് ആക്ച്വലി സഭയിൽ നിന്ന് മാറുന്നതെന്ന് പറയുന്നത് തുല്യം തന്നെയാണ്. കാരണം അവർക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സഭയോട് ഒരു അറ്റാച്ച്മെന്റ് നഷ്ടപ്പെടും. അതായത് ഇൻഡിപെൻഡന്റ് ചർച്ചസ് കൂടുതൽ ലിബറലൈസ് ചെയ്യും, അവരൊരു ഓർഡർ അല്ലാതെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നതാണോ പറയുന്നത്? ഞാൻ ഓർഡർ അല്ലെന്ന് പറയാൻ കാരണമേ അവർക്ക് ഒരു ആരാധനയ്ക്ക് പ്രത്യേക സമയം ഉണ്ടാവണമെന്നില്ല. അത് ലൈഫ് ഒരു ഓർഡർ ഇല്ലാതായി മാറും. ഞാൻ പറയാൻ കാരണം വളരെ അടുത്ത് ഒരു സുവിശേഷം, ഞാൻ ഒരിക്കലും സുവിശേഷൻ്റെ പേര് പറയുന്നില്ല, വളരെ വളരെ തീവ്രമായിട്ട് പെന്തക്കോസ്ത് അനുഭാവപൂർവ്വം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ കാണിക്കുകയും ചെയ്തൊരു വ്യക്തി സുപ്രഭാതത്തിൽ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്ങിലോട്ട് ഒത്തിരി ആകർഷക യുവാക്കൾ എൻ്റെ സഭയിൽ നിന്ന് പോലും പോയിട്ടുണ്ട്. പക്ഷേ ഒരു വളരെ പെട്ടെന്ന് അയാൾ പ്രൊട്ടസ്റ്റൻ്റ്, അതായത് പെന്തക്കോസ്ത് അനുഭാവത്തിൽ നിന്നും കാത്തലിക് അനുഭവത്തിലേക്ക് മാറി. അത് ഞെട്ടലോടാണ് വീക്ഷിച്ചത്. വിഗ്രഹങ്ങളിലോട് അനുഭവം പുലർത്താത്ത ഈ കാത്തലിക് അനുഭവം വിഗ്രഹങ്ങൾ ആരാധിക്കുകയും വിശുദ്ധന്മാർ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സഭയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റായി. അപ്പോൾ ഇന്നലെ വരെയും ഒരു പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ആശയങ്ങളോടൊപ്പം അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകളുടെ ആശയങ്ങളോടൊപ്പം വളരെ വലിയ രീതിയിൽ ലോകശാന്തി ശുശ്രൂഷ പ്രഖ്യാപിക്കുകയും കണ്ണിനു മുൻപിൽ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത വളരെ യുവാവാണ്. ചടുലമായിട്ട് സംസാരിക്കുകയും ഒരു അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം സഭയെ കൊണ്ടുവരുന്ന മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഒത്തിരി യുവാക്കൾ ആ പാതയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ സുപ്രഭാതത്തിൽ അയാൾ ഒരു കാത്തലിക് ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ സഭയിൽ കൂടിയ ആൾക്കാർ ഒരു സ്വിച്ചിട്ട വേഗത്തിൽ അനാഥരായി. അവർക്ക് അവരുടെ സ്വന്തം സഭയിലേക്ക് വരാനും കഴിയുന്നില്ല, അവർക്ക് അവിടെ നിന്ന് കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി അവിടുത്തെ പുരോഗതിനായിട്ടങ്ങ് മാറും, സ്വയം പ്രഖ്യാപിത പാസ്റ്ററായിട്ടോ മറ്റോ അങ്ങ് മാറും. അപ്പോൾ സംഭവിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സഭയിൽ നിന്നും ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത സ്ഥലത്തേക്ക് യുവാക്കൾ മാറിപ്പോവുകയാണ്. അതും യുവാക്കൾ കൊഴിഞ്ഞു പോക്കെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് മാത്രമൊന്നല്ല, ഒത്തിരി ഘടകങ്ങളിൽ അതൊരു ഘടകം തന്നെയാണ്. മെയിൻ സ്ട്രീം ചർച്ചസ് തന്നെയാണ് ബെനിഫിഷ്യൽ എന്നാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ. അത് ഈ ചർച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൊസൈറ്റിയിലുള്ള, ആണ് സഭ യൂസ്ഫുള്ളാണ്. സഭയോട് ചേർന്നത് കൊണ്ട് നമുക്കറിയാം ഒത്തിരി ആനുകൂല്യങ്ങളായാലും ശരി, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഇന്ന ആനുകൂല്യം ഒരു സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് ജനനം, മരണം, ശുശ്രൂഷകൾ,
അതിൻ്റെ കൂതാശകൾ സ്ട്രക്ചേർഡാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ വളരെ കുഞ്ഞുനാളിലെ സൺഡേ സ്കൂൾ പോലെയുള്ള ചെറിയ 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 പാഠങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപക്ഷെ ഈ സഭകൾക്കൊന്നും സൺഡേ സ്കൂൾ പോലെയുള്ള സ്ട്രക്ചർ ഇല്ല, എൻ്റെ അറിവിലില്ല, ഡിസിപ്ലിനും ഇല്ല. ഒരു ഇന്ന ശനിയാഴ്ച ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ബിൽഡിങ്ങിൽ വെച്ചൊരു ആരാധനയുണ്ട്, ശരി, അടുത്ത ശനിയാഴ്ച നമുക്ക് ഇന്നടുത്ത് വെച്ചാണ്, ശരി, അങ്ങോട്ട് പോവാം. അവിടെ ഒന്നും ഒരു വരുന്ന പുതിയ തലമുറയെ കൂടെ, കുഞ്ഞു തലമുറയെ കൂടെ ഒരു സിസ്റ്റത്തിനകത്ത് ഉൾക്കൊണ്ട് വരണം എന്നുള്ള രീതിയിൽ ഒരു ലോങ് പ്രോസസ് ഉള്ളവരല്ല അവർ അപ്പോഴത്തെ വിഷന്റെ മാത്രം മുൻനിർത്തി ഒരു വിഷന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് ഒരു പ്രത്യേക ലെവലിൽ വളർന്ന ആൾക്കാരെ മാത്രം, പറക്കാൻ പാകമായ വ്യക്തികളെ മാത്രം എടുത്ത് ഉപയോഗിക്കുന്നു. അവർ പറക്കാൻ കഴിവ് പോകുമ്പോൾ അവർ ഉപേക്ഷിക്കുന്നു. അല്ലാതെ അവരൊരിക്കലും നാളത്തേക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളെ പറക്കാൻ പാകമാക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, ഈ യങ്ങർ ജനറേഷൻ ആക്ച്വലി അവർക്കൊരു നീഡ് ഉണ്ട് എന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും, ഐഡിയ ഓഫ് ഗോഡ് എന്നുള്ള കാര്യം, ഐഡിയ ഓഫ് റിലീജിയൻ ആണെങ്കിലും, ഐഡിയ ഓഫ് ചർച്ച് ആണെങ്കിലും, പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ, സഭ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു വാക്യൂം അവിടെ കിടക്കുന്നത് കൊണ്ടല്ലേ ഇപ്പം ഒരാളിങ്ങനെ ഹീറോ പോലെ പെട്ടെന്ന് വരുന്നു, ആൾക്കാർ പെട്ടെന്ന് അതിനകത്ത് അട്രാക്റ്റഡ് ആവുന്നു. അപ്പൊ ഐഡിയേക്കാൾ കൂടുതൽ ആളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇപ്പം യേശു കർത്താവ് എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളതിനേക്കാൾ ഉപരി ആ വ്യക്തിയിൽ, ഈ പറയുന്ന വ്യക്തിയിൽ ഫോക്കസ്ഡ് ആവുന്നു. ആ ആള് കൊളാപ്സ് ആയി കഴിയുമ്പോൾ എവിടെ മൊത്തം വിശ്വാസവും കൊളാപ്സ് ആയി പോവാണ്. അപ്പൊ ആക്ച്വലി ഈ മെയിൻ സ്ട്രീം ചർച്ചസ് ഒക്കെ തന്നെ കുറെ കൂടെ അവർ ഈ റാഷണലായിട്ട് ചിന്തിക്കുകയും ഈ ജനങ്ങളെ കുറെ കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യാതെ അവർ ഈ കറപ്റ്റായിട്ടും ഹിപ്പോക്രറ്റിക് ആയിട്ടും പോകുന്നത് കൊണ്ടല്ലേ ആക്ച്വലി ഈ ഒരു സംഭവം വരുന്നത്. അത് ഞാൻ പറയാൻ വന്ന പോയിന്റ് തന്നെയാണ്. ഇതിന് ഓർമ്മിച്ചേണ്ട വലിയ കാര്യം അത് ഈ 2 പോയിന്റ് ഇതിന് പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം കറപ്റ്റിനെ പറ്റി പറഞ്ഞു. അതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് അതെനിക്ക് ചേർക്കാനുള്ളൊരു പോയിന്റ്, അത് റിലവൻ്റാണ്, ചേർക്കാനുള്ള പോയിന്റ്. യുവാക്കൾക്ക് സഭയുടെ ആരാധനയിൽ നിന്ന് പങ്കില്ല. ചിന്തിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? പ്രത്യേകിച്ച് മെയിൽസിന്, യുവാക്കൾക്ക് കൂട്ടിക്കോ, യൂത്ത്സ്. പക്ഷെ മെയിൽസ് അല്ലേ കുറവ് നമ്മുടെ ചർച്ചിൽ? അല്ല, അങ്ങനല്ല, അതല്ല. ഇപ്പോൾ സഭാരാധന, ഇപ്പോൾ ഞാൻ CSC സഭയിലെ മെമ്പറാണ്. 8 മണിക്ക് ആരാധന തുടങ്ങും, 9 മുതൽ 10 മണിക്ക് ആരാധന തീരും. ഈ ഇത്രയും സമയത്തിനകത്ത് 100% പുരോഹിതന്മാർക്ക് മാത്രം, അതായത് കാലം മാറി വരെയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിൽ അല്ല 8ലും 9ലും ഒന്നും ഞാൻ പഠിച്ച പോലെയുള്ള ഗ്രാവിറ്റിയുള്ള അല്ലെങ്കിൽ അത്രയും ഡെപ്തുള്ള വിഷയങ്ങൾ, അതിനേക്കാളും ഡെപ്തുള്ള വിഷയങ്ങൾ ഇന്ന് 4ലും 5ലും കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ആണ് കുഞ്ഞുങ്ങളിപ്പോൾ വളരെ. അതുപോലെ യൂത്ത് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഒരു ഞായറാഴ്ച 8 മണി തൊട്ട് 10 മണി വരെ ഒരു പുരോഹിതൻ നടത്തുന്ന ആരാധനക്രമത്തിൽ വന്ന് ചടഞ്ഞിരിക്കാനായിട്ട് താല്പര്യക്കുറവ് യുവാക്കൾക്കുണ്ട്. അത് മാത്രമല്ല, ഇത്രയും സമയം എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മുമ്പ് 8:30 മുതൽ 10 മണി വരെ ആയിരുന്നു ആരാധന, ഇപ്പോ 8 തൊട്ട് 10 വരെ. ആക്ച്വലി ഇതിൽ മെജോറിറ്റി ടൈമും ഈ കാണിക്ക എടുക്കാനും, ആൾക്കാർ കാണിക്കാവുന്നവരുടെ പേര് പറയാനും, ഈ ആൾക്കാരുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൺട്രി ക്ലബായിട്ട് ചർച്ച് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സമയം കൂട്ടുന്നത് തന്നെ അനാവശ്യമാണ് ആക്ച്വലി. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് നടത്തുന്ന പല ചർച്ചകളും നമുക്കറിയാം. അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെസ്സേജിന് അതിൻ്റെതായിട്ടുള്ള സമയം, ഓർഡർ ഓഫ് വർഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള സമയം, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നടത്തിപ്പോവാണ്. മറ്റത് ഇത് ആരുടെയൊക്കെയോ പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് പലപ്പോഴും എനിക്ക് ഈ സമയം കൂട്ടുന്നത് വഴി തോന്നിയിട്ടുള്ളത്. അല്ല, അതിനകത്ത് 1% പോലും ആത്മീയത വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസികൾക്ക് വേണ്ടിയല്ല, അത് അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ബ്രാൻഡിങ്, ലേബലിങ്ങിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് പോയിന്റ്, ഇപ്പോൾ യുവാക്കൾക്ക് ഇപ്പോൾ എല്ലാ ഞായറാഴ്ച ആരാധനയിലും യുവാക്കൾ വന്നിരിക്കുന്നു, അച്ഛൻ പറയുന്നത് കേൾക്കുന്നു, കാണിക്കയിടുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ ഒരു പോർഷൻ, ഒരുപക്ഷെ പുരോഹിതന്മാർ മാത്രം ഉപയോഗിക്കാനുള്ള ഒത്തിരി ആരാധനാക്രമങ്ങളുണ്ട്, അത് അവർ ഉപയോഗിക്കട്ടെ. പക്ഷേ ഒരു പോർഷൻ യുവാക്കൾക്ക് മാത്രമുള്ളതാണ്. ഒരു ദിവസം ഒരു യുവാവാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു യുവാവും, ഒരാഴ്ചയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാറിന് ഒരു ബെഞ്ചിൽ 5 യുവാക്കൾ ഇരിക്കുകയാണെങ്കിൽ 5 പേരും തമാശയൊക്കെ പറഞ്ഞ് അത്യാവശ്യം മൊബൈലൊക്കെ എടുത്ത് നോക്കി എന്തെങ്കിലും വളരെ നൈസായിട്ട്, വളരെ ഈസി ആയിട്ട് അവരിയ്ക്കും. പക്ഷേ അതേസമയം ഞങ്ങളുടെ കൂടെയുള്ള യുവാവ് ആരാധന ഇന്ന പോർഷൻ എടുക്കാൻ പോവുകയാണ്, അടുത്ത ആഴ്ച ഒരു പക്ഷേ ഞാനായിരിക്കും, എങ്കിൽ അവരെങ്ങനെയായിരിക്കും ആരാധന പങ്കെടുക്കുക? അവൻ ആ 2 ദിവസം ആ ഭാഗം പ്രിപ്പയർ ചെയ്യും. അപ്പം അത് ആരാധനയിലേക്ക് യുവാക്കളെ നമുക്ക് ഇരുത്താനായിട്ട് പറ്റുന്നില്ല. അത് ഈ കാലത്തൊന്നല്ല, ഇന്നത്തെ ആധുനിക കാലം എന്നൊരു കാലഘട്ടം ഒരിക്കലുമില്ല.
1980 ആണെങ്കിൽ നമ്മളിരിക്കുന്നത് ആധുനിക കാലഘട്ടമാണ്. 1950 1950 ആധുനിക കാലഘട്ടം തന്നെയാണ്. 2050 ആകുമ്പം അന്നത്തെ കുഞ്ഞുങ്ങൾ പറയും ഇത് പഴയ കാലം, അത് ആധുനികമാണെന്ന് പറയും. അതുകൊണ്ട് അതാത് കാലഘട്ടത്തിൽ യുവാക്കളെ വ്യത്യസ്തമായ രീതിയിൽ സഭയോട് ചേർക്കണം. പക്ഷേ ഇപ്പോൾ നേരിടുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റാഡിക്കൽ ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജീസ് ചർച്ചിനെ വ്യാപകമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്ത കാലത്ത് ഈ അൽമനക്ക് പഠിക്കുകയുണ്ടായി, സൺഡേ സ്കൂളിലെ ബുക്കുകൾ നോക്കുകയുണ്ടായി, സ്ത്രീജന സംഘടനയുടെ ബുക്കുകൾ റെഫർ ചെയ്യുകയുണ്ടായി. ഇതിനകത്ത് എല്ലാത്തിനും തന്നെ ലിബറൽ ഫെമിനിസ്റ്റ് ഐഡിയാസ്, ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഐഡിയാസ് കുത്തി നിറച്ചിരിക്കുകയാണ്. ധാരാളം ബിബ്ലിക്കൽ സ്റ്റോറീസ് നമുക്ക് ജനങ്ങളെയും കുട്ടികളെയും സൺഡേ സ്കൂളിലും പഠിപ്പിക്കാനുണ്ടായിരുന്നിട്ടും അതൊന്നും പറയാതെ ഈ പറഞ്ഞ ഫെമിനിസ്റ്റ് ലിബറൽ ഐഡിയോളജീസ് വളരെ വ്യാപകമായിട്ട് ഈ ബുക്കുകളിൽ കുത്തിയിറക്കിയാണ്. ഇപ്പൊ ഞാൻ അൽമനാക്ക് മൊത്തത്തിൽ 2003 അൽമനാക്ക് അറിയാലോ, നമ്മുടെ ചർച്ചിൽ ഓരോ ആഴ്ചയിലും നിശ്ചയിക്കപ്പെടുന്ന പ്രസംഗമാണ്. അപ്പൊ ഈ അൽമനാക്ക് എടുത്ത് നോക്കിയപ്പോ ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ഒരു പ്രസംഗം പോലും ഇല്ല. ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതിനെ പറ്റി 4 പ്രസംഗമാണ്. അതേസമയം ഈ റാഡിക്കൽ ലിബറൽ ആയിട്ടുള്ള ഒരാൾക്കും പ്രയോജനമില്ലാത്ത 72ഓളം ടോപ്പിക്കുകളാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇത് മനഃപൂർവ്വമായിട്ട് നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ യങ്ങർ ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മരണത്തിന് ശേഷം എന്താണെന്ന് അവർ ചിന്തിക്കുന്നു പോലുമില്ല. അത് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് സ്ത്രീജന സംഘടനയുടെ ബുക്ക് എടുത്ത് നോക്കി. അതിനകത്ത് മൊത്തം ഫെമിനിസ്റ്റ് ഐഡിയോളജീസാണ് കുത്തി നിറച്ചത്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഓരോ ആദർശിനെയും നമ്മൾ എടുത്ത് നോക്കി എന്തിൻ്റെ ബേസിലാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ബൈബിൾ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് നമ്മൾ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് ലളിതമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമ്മളിൽ ഉണ്ടപ്പോൾ വേറെ പല സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളും എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് അവർ വിചാരിക്കുന്നത് അങ്ങനെ എഴുതുമ്പോൾ അവർക്ക് സമൂഹത്തിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടും, പോപ്പുലാരിറ്റി കിട്ടും, ലിബറൽ ഐഡിയ ആണ് കൂടുതൽ നമുക്ക്, അതെ അവർക്കൊരു സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക പബ്ലിസിറ്റി കിട്ടും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള നമ്മുടെ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ റിലീജിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്നതാണ്. അത് ശരിയാണ്. അത് ഇതിനകത്ത് ഞാൻ ഈ പോയിന്റിനകത്ത് ഒരു 2-3 ആഴ്ച മുൻപേ ഞാനൊരു 1-2 പുരോഹിതന്മാരോട് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി BD കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ BD കംപ്ലീറ്റ് ചെയ്ത വ്യക്തി പുരോഹിതനല്ല. പുള്ളി പുരോഹിതനായിട്ട് പോകാൻ താല്പര്യമില്ല. മാത്രമല്ല പുള്ളി BD കഴിഞ്ഞിട്ട് അതിൻ്റെ ഹയർ സ്റ്റഡീസ് MTH ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ 1-2 സെമിനാറിൻ്റെ പേര് പറഞ്ഞു. ഈ സെമിനാറിൽ ഞാൻ എന്ത് ചെയ്യില്ല, പോയി പഠിക്കില്ല. അതിന് കാരണം പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: യേശു ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് സെമിനാരികളിലാണ് പറഞ്ഞ് പഠിപ്പിക്കുകയും അങ്ങനെ നിർത്തിയതിന് ശേഷം സ്വയമായിട്ട് ക്രിട്ടിക്കലായിട്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ പറഞ്ഞ പോലെ അവരുടെ ചിന്ത ഈ ക്രിസ്ത്യാനി എന്ന ഒരുപക്ഷെ ക്രിസ്തു മതം ഒരുപക്ഷെ ഇന്ത്യയിൽ വന്ന ശേഷം വളരെ നോർമലൈസേഷൻ ചെയ്യപ്പെട്ടു. അതായത് ക്രിസ്ത്യൻ മതത്തിനകത്ത് ഉള്ള ചിന്തകളെയും ആശയങ്ങളെയും സാമൂഹികമായ ഉൽപ്പന്നങ്ങളായാലും ആശയങ്ങളായാലും ചേർത്ത് അതിന് പങ്കുവച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ അന്നത്തെ ഈ സഭയുടെ പ്രാരംഭ കാലത്ത് അത് വേണമായിരുന്നു. സഭയുടെ ഇപ്പോൾ ബഹുസ്വരത അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ വ്യത്യസ്തത നമ്മൾ അതിനെ അംഗീകരിക്കണം. ഒരുപക്ഷെ ഒത്തിരി സെമിനാരികളിൽ ഈ കമ്മ്യൂണിസ്റ്റ് കൊടിയുടെ കീഴിൽ ആരാധന നടത്തുന്ന വ്യത്യസ്തമായ ആരാധന രീതികൾ അവർക്കുണ്ട് സെമിനാരികൾക്കകത്ത്. അത് അവർ ചെയ്യുന്ന എന്തിനാണ്? ഏത് പരീക്ഷണത്തിലും അല്ലെങ്കിൽ ഈ കാവി ഉടുത്ത് ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിന്ന് ക്രിസ്തുവിനെ പ്രീച്ച് ചെയ്യുക. അത് ഏത് വ്യത്യസ്തമായ സാഹചര്യത്തിലും ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കാനും മറ്റും ഒരു പുരോഹിതനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഞാനൊരു ഉദാഹരണം പറയാം. ഒരു VBSനകത്തുള്ള ഒരു കഥയാണ്. ജോണിയുടെ പപ്പ ഒരു ഗേറ്റ് കീപ്പറായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേ പാളത്തിൽ ജോണിയുടെ മകൻ ഇങ്ങനെ കളിച്ച് റെയിൽവേ പാളത്തിലായിപ്പോയി. അപ്പോൾ ഗേറ്റ് കീപ്പർ ആയിരുന്ന വ്യക്തി അതിൻ്റെ ലിവർ ഒന്ന് ചായ്ച്ച് അതിൻ്റെ ട്രെയിനിൻ്റെ പാളത്തിനെ കറക്റ്റ് പൊസിഷനിലാക്കിയാൽ മാത്രമേ ട്രെയിൻ പാസ് ചെയ്ത് പോകും.
ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെടും. അപ്പോൾ ജോണിക്കിന് ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് മാറ്റാനുള്ള സാഹചര്യം ഇല്ല, സമയമില്ല. ജോൺ എന്ത് ചെയ്തു? രണ്ടും കൽപ്പിച്ച് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലിവർ വലിക്കുകയും ട്രെയിനിൻ്റെ പാളത്തിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് വരികയും ട്രെയിൻ പാസ് ചെയ്ത് പോയി, കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് യേശു കർത്താവിനെ ദൈവം നമുക്ക് തന്നത് എന്ന് പഠിപ്പിച്ചൊരു VBS ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് എന്താണ്? ട്രെയിൻ പാഞ്ഞു വന്നു. ട്രെയിൻ വന്നപ്പോഴത്തേക്ക് സ്വന്തം കുഞ്ഞിനെ അയാൾ അവിടെ ഉപേക്ഷിച്ചു ഇത്ര ആൾക്കാർ രക്ഷിക്കാൻ വേണ്ടി. എങ്കിലും അയാളുടെ ആ ജോണി എന്ന് പറഞ്ഞ ആളിനെ സമ്മതിക്കണം എന്ന് ഒരു ചെറിയ ചിന്ത യേശുവിനെ സമ്മതിക്കണമെന്നല്ല. എങ്കിലും ജോണി എന്ന അയാൾ ഇത്രയും പേരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കളഞ്ഞല്ലോ എന്ന് ഒരു ജോണിയോട് കുഞ്ഞുങ്ങൾക്കൊരു അട്രാക്ഷൻ വരും. ഇതൊരു ചെറിയ സംഭവമാണ്, ഇത് വളരെ ചെറിയ സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ വളരെ വലിയ വേർഷനാണ് നമ്മൾ അൽമനക്കിൽ കാണുന്നത്. അൽമനക്കിൽ കാണുന്ന ഓരോ ബൈബിൾ ഇൻസിഡൻറ്റും നമ്മൾ സാമൂഹികമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനിക്ക് ലഭ്യമാകാതെ വരും. 2-3 വേദഭാഗങ്ങൾ ഞായറാഴ്ച വായിക്കുമ്പോഴും സംഭവിക്കുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് അടുത്തൊരു ആഴ്ചവട്ടക്കാലം ജീവിച്ച് മുന്നോട്ട് പോകേണ്ട മന്ന അല്ലെങ്കിൽ ആ ഒരു മൂല്യവത്തായ ധനം ലഭ്യമാകാതെ ജനറലൈസ് ചെയ്യപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഈ റഷ്യ-യുക്രൈൻ യുദ്ധം വരെ എന്ത് ചെയ്യാം, വലിച്ചിനകത്ത് കൊണ്ടിടാം. ഇടണ്ട എന്നല്ല പറയണം, പക്ഷേ അതിനുപരിയായിട്ട് ബൈബിളിൽ നിന്ന് സഭയിൽ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിനോട് ഉറച്ചു നിൽക്കാനായിട്ട് വിശ്വാസികൾക്ക് നൽകേണ്ട. ഇപ്പോൾ ജിന്തിൻ പറഞ്ഞ പോലെ ഭാവി നമ്മുടെ മരണശേഷം നമ്മൾ എന്തായിരിക്കും? പരീക്ഷണങ്ങൾ വരുന്നു, എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും? കുടുംബത്തിലെ മരണം വരുന്നു, നമ്മൾ എന്തുകൊണ്ട് ഉറച്ചു നിൽക്കണം? ഒരു അസുഖം വന്നു, അസുഖം വന്ന് വീണുപോയി, നീ ദൈവത്തെ മുറുകെ പിടി എന്നുള്ള തോട്ട് അവർക്ക് സ്വന്തം മനസ്സിൽ ബാക്കി ചിന്തിച്ചെടുക്കണം. അങ്ങനെയുള്ള വിത്ത് പാകാനായിട്ട് പറ്റുന്നില്ല. അവരിലുള്ള നന്മയെ ശേഖരിച്ച് വയ്ക്കാനായിട്ടുള്ളൊരു അവരെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാന്നുള്ളൊരു ചിന്തയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആക്ച്വലി യങ്ങർ ജനറേഷൻ ചർച്ചിനോട് കൂടുതൽ അട്രാക്റ്റഡ് ആവാത്തതിന് മേജർ റീസൺ ആയിട്ട് തോന്നുന്നത്. ഇപ്പം അൽമനക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അൽമനക്ക് എന്ന് പറഞ്ഞാൽ വളരെ കീ ആണ്. നമ്മളൊരു സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എങ്ങനെയാണ് പ്രീച്ചിങ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഞാൻ 2003 അൽമനക്ക് ടോപ്പിക് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഗോഡ് ആൻഡ് റിലീജിയൻ, അതായത് ആ ടോപ്പിക്കിനെ പറ്റി ഒരു പ്രസംഗം പോലും അൽമനക്കിനകത്തില്ല. അതായത് ദൈവം എന്താണെന്നോ റിലീജിയന്റെ ആവശ്യം എന്താണെന്നോ, ഏറ്റവും നമ്മുടെ ചർച്ചിന്റെ ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ് ആക്ച്വലി. അപ്പം ദൈവം ഉണ്ടോ എന്ന് പോലും യങ്സ്റ്റേഴ്സിന് പലർക്കും ഡൗട്ടാണ് ആക്ച്വലി. നമ്മുടെ ഈവൻ ചർച്ചിൽ വരുന്നുണ്ടെങ്കിലും പലരും ചർച്ചിൽ വരുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും അങ്ങനെയുള്ള ആനുകൂല്യം വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ചർച്ച് പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. റിലീജിയന്റെ വാല്യൂ എന്താണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പം ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ റിലീജിയസ്ലി ക്രിസ്ത്യൻ എന്ന് പറയുന്ന റിലീജിയനാണ്. ഐ എം പ്രൗഡ് ഓഫ് ബീങ് എ ക്രിസ്ത്യൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലോകത്തെ എല്ലാ റിലീജിയനും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും റാഷണൽ ആയിട്ടുള്ളൊരു റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒന്നാമത് തന്നെ ദൈവ വിശ്വാസത്തിന് കാരണമാക്കുന്ന ഘടകം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്, ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത്. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ല, സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നില്ല, ഗവൺമെന്റ് നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇതില്ലെങ്കിൽ നമ്മൾ വളരെ വൾഗർ ആയിട്ടുള്ള ലൈഫായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ മോറൽ വാല്യൂസ്, അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത്, അത് കിട്ടുന്ന ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് റിലീജിയനും ഗോഡും മാത്രമാണ്. പക്ഷെ അതല്ല നമ്മുടെ ചർച്ചസ് ഇന്ന് കൊടുക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്, നമ്മൾ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്, പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും മരിക്കും. ഡെത്ത് എന്ന് പറഞ്ഞാലൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഒരു എൻ്റർപ്രൈസസിനും ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഗോഡും റിലീജിയനും മാത്രമാണ്. നമ്മുടെ ലൗഡായിട്ടുള്ള ആൾക്കാരെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ മീറ്റ് ചെയ്യും. ഇപ്പം എത്ര ഏത്തിയിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾ പോലും അവരെ നോർമൽ ഐക്യമാണ്, അവർ നോർമൽ ആയിട്ടുള്ള കൊഗ്നിറ്റീവ് എബിലിറ്റിയാണ് അവർക്കുണ്ടെങ്കിൽ അവർ പറയില്ല അവർക്ക് മരണശേഷം അവരുടെ ലൗഡ് വൺസിനെ കാണണ്ട എന്നവർ പറയില്ല. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു സോഴ്സ്, ആ ഒരു
ഫെയ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഗോഡും റിലീജിയനാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ചർച്ചിൽ ഇന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യമേ അല്ല. ഇപ്പം ജീസസിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല, ഫൈനൽ ജഡ്ജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കുന്നില്ല. അപ്പം ഇതെല്ലാം തന്നെ അൽമനക്കിനകത്ത് നിന്ന് ഔട്ടാണ് ആക്ച്വലി. അതേസമയം ബ്ലെസ്സിങ് ആൻഡ് പ്രോസ്പിരിറ്റി ഇതിനകത്തുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട വേറൊരു കാര്യമാണ് എപ്പിഫാനി, എക്യുമെനിക്കൽ. ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല, ഇതൊക്കെ ഇങ്ങനെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അൽമനാക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. എക്യുമെനിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ആക്ച്വലി റാഡിക്കൽ ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജിയാണ് ആക്ച്വലി. ഈ ഇൻഡിജിനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി റാഡിക്കലി ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജിയാണ്. ഈ ഫെമിനൈസേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പൊ ഈ ചർച്ചിനെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസത്തെ, ഗോഡിനെ എന്നാണോ ഈ റാഡിക്കൽ ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജി ടച്ച് ചെയ്തോ അന്ന് മുതൽ ഇത് ഡീക്കേ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ സെമിനാരികളിലെല്ലാം ഭൂരിഭാഗം പേരും ഈ റാഡിക്കൽ ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജിയുടെ ഫാൻസ് ആണ്. ഇപ്പം ഈ പഠിക്കാൻ പോകുന്നവരൊക്കെ തന്നെ അവർ പലരും അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഫാനാണ്. ഞാൻ പല അച്ഛന്മാരോട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് അവർ വളരെ ഹിപ്പോക്രറ്റാണ്, പരീക്ഷന്മാരെക്കാളും അപ്പുറമാണ്. അവർക്കുള്ളിൽ അറിയാം അവർ ചെയ്യുന്നത് പ്രീച്ച് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. പക്ഷെ അവർ പബ്ലിക്കായിട്ട് പറയാനുള്ള താല്പര്യം അവർ കാണിക്കുന്നില്ല. അവർ പറയുന്ന ഒരു മേജർ കോമൺ റീസൺ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ 10% പേര് പോലും പള്ളിയിൽ വരില്ല എന്നുള്ളതാണ്. അത് എന്ത് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണെന്നാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചത്. എന്താണ് ആക്ച്വലി, ഞാൻ ഒരു പുരോഹിതനെ പറയുകയല്ല, അവർ ജനറലി ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പറയാം. എന്താണ് പിന്നെ അവരെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചൂസൺ പീപ്പിൾ എന്നാണ് നമ്മൾ പറയുന്നത്, കോൾഡ് പീപ്പിൾ എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് പള്ളി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇല്ലാത്ത ഒരു ചർച്ചും ഇല്ല. ഒരു ചർച്ചിനെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ മാസവരി അല്ലാതെ അഡീഷണലി റെഗുലർ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ചർച്ചസ് അല്ലാതെ ഒരു ചർച്ചസും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പം യങ്ങർ ജനറേഷൻ നോക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും പള്ളിയിൽ നിന്ന് അകലുകയും പള്ളിയോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്ന ഒരു കറപ്റ്റ് ഹിപ്പോക്രാറ്റിക് സിസ്റ്റമാണ് ആക്ച്വലി നമ്മുടെ ചർച്ചകളിൽ കാണുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. അതിനകത്ത് ഈ കറപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ യുവാക്കൾക്ക് സഭയുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഓപ്ഷൻസ് കുറവാണ്. മാത്രമല്ല ഈ ഒരു സഭയുടെ ഇപ്പോൾ നിതിൻ പറഞ്ഞ പോലെ ബൈബിൾ വളരെ ലളിതമാണ്. യേശു കർത്താവ് ഉപമകളിലൂടെ കഥകൾ സംസാരിച്ചു. അതിന് അതുപോലെ ഈ ദൈവജനത്തിന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അതിനൊന്ന് ഓർമ്മിച്ചു കൊടുത്താൽ ഭയങ്കര ലളിതമാണ്. ഉപ്പിന്റെ ഉപമ അതിനകത്തൊന്നും പറയാനില്ല, ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ്. മെഴുകുതിരി വളരെ എളുപ്പമാണ്. അപ്പം പറഞ്ഞ എല്ലാം ലളിതമായ കാര്യങ്ങളാണ്. പിന്നെ അതിനെ നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നിട്ടാണ് ദൈവം ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. പക്ഷെ അത് സംസാരിക്കുന്നില്ല. പകരം അവർ ഈ പഠിച്ചു വന്ന വളരെ കഠിനമേറിയ ആശയങ്ങൾ അതിനെ ക്ലബ് ചെയ്യാണ്. പിന്നെ ഈ ഒരു സഭയ്ക്കകത്തുള്ള അഴിമതിയെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞല്ലോ. അതിനകത്ത് രണ്ട് കാര്യമാണ്. നമുക്ക് അഴിമതി എന്നുള്ളൊരു വിഷയത്തിലേക്ക് കടന്നു പോകുന്ന മുന്നേ തന്നെ സഭയ്ക്കകത്ത് സഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രം നമ്മുടെ സഭ ഒരു സ്ഥാപനമായിട്ടൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഭ വളരുന്നതിൻ്റെ ഒരു മുഖമാണ്. അത് അങ്ങനെ ആകണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ആകണ്ട എന്ന് പറയുന്നൊരു വ്യക്തി അല്ല. സഭയ്ക്ക് സ്ഥാപനങ്ങൾ വേണം. അത് സഭയുടെ സാമൂഹികവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ പുരോഹിതരെന്ന് പറയുന്ന ഒരു കൂട്ടം പേര് സഭയുടെ ജനത്തിനെ സഭയുടെ സ്ഥാപനവൽക്കരണത്തിനും അതിന് നടത്തിപ്പിനും വേണ്ടി എക്വിപ്പ് ചെയ്യാതെ, അത് നടക്കണം, വേണ്ട, അതിന് കഴിവുള്ളവർ വളർന്നു വരട്ടെ. പക്ഷേ നമ്മൾ ഒരു സഭയുടെ സ്ഥാപനവൽക്കരണത്തിന് വേണ്ടിയിട്ട് അമിത പ്രാധാന്യം കൊടുക്കപ്പെടുകയാണ്. ഈ സഭ എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. അതായത് സഭ എന്ന കൺസെപ്റ്റിൽ എവിടെയാണ്? ബൈബിളിനകത്ത് തന്നെയാണ്, വേദപുസ്തകമാണ്, ദൈവമാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലേക്ക് വിശ്വാസികളെ ചേർത്ത് നിർത്തണം, അവരെ ആശ്വസിപ്പിക്കണം. സഭ എന്ന് പറഞ്ഞത് ഒരു തണുപ്പായിരിക്കണം. ഞായറാഴ്ച വന്ന് എല്ലാ ദുഃഖവും വളരെ ലളിതമായിട്ട് കരയാൻ താല്പര്യമുള്ളവർ കരയാൻ,
സന്തോഷിക്കാൻ താല്പര്യമൊക്കെ ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു സ്ഥലം ആയിരിക്കേണ്ട സഭയെ അത് അങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും അങ്ങനെ ആക്കേണ്ടതും ചുമതല ആർക്കാണ്? ഇടയനാണ്. പക്ഷേ അതിന് പകരം ഇപ്പോൾ നിതിൻ പറഞ്ഞതുപോലെ കെട്ടിടങ്ങൾ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കൺസ്ട്രക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങൾ സ്ഥാപനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കൺസ്ട്രക്ഷന് വേണ്ടി, സമ്പത്ത് സ്വരൂപിക്കുന്നതിന് വേണ്ടി സഭയുടെ ഓരോ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, സിസ്റ്റം ആയിക്കോട്ടെ, സഭയുടെ പെയിൻ്റ് അടി ആയിക്കോട്ടെ, ചുറ്റുമതിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഒരുപക്ഷെ ആത്മീയമായിട്ട് ജനത്തിനെ പരിപോഷിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് അധിക സമയം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ഇതുപോലെ മാത്രമല്ല സഭയെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ പുരോഹിതന്മാർക്ക് മുകളിലായാലും സഭയെ നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടവർ 24 hours എന്താണ് ചെയ്യുന്നത്? സഭയുടെ സ്ഥാപനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വളർത്താം എന്നതാണ്. അവർ ഒരുപക്ഷെ നിതിൻ കണ്ട അൽമനാക്ക് ഇവർ കണ്ടിട്ടുണ്ടാവില്ല. മീൻസ് പുരോഹിതന്മാർക്ക് മുകളിലോട്ടുള്ള നേതാക്കന്മാരും അൽമനാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അൽമനാക്ക് വരുന്നു, അവിടെ ഉപയോഗിക്കുന്നു, ജനങ്ങൾ പ്രസംഗം കേൾക്കുന്നു, പോകുന്നു, അവർ കാണിക്കിടുന്നു, അതിനൊരു പങ്ക് എത്തേണ്ട സ്ഥലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വലിയ ഫണ്ട് അവിടെ വരും, ആ ഫണ്ട് എടുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ആ ഫണ്ട് വരുന്ന വിശ്വാസികൾക്ക് ആശ്വാസമോ അവകാശമോ കിട്ടുന്നില്ല. സഭയിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടേണ്ടത്? ഒന്നാമത് ആശ്വാസമാണ് കിട്ടേണ്ടത്. രണ്ടാമത് സാമൂഹികമായിട്ട് സഭ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവകാശങ്ങളും കിട്ടണം, രണ്ടും കിട്ടണം. മിഷണറിമാർ സഭകൾ രൂപീകരണത്തിന് സ്ഥലങ്ങളായിരുന്നപ്പോഴും നമ്മൾ വേണ്ട ഭാഗത്ത് LMS മിഷണറിമാരുണ്ടായിരുന്നു, ബാസിൽ മിഷണറിമാരുണ്ടായിരുന്നു. ഈ മിഷണറിമാരുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ അവസരങ്ങളിലും സാമൂഹികമായിട്ട് ഈ വിശ്വാസികൾക്ക് ലഭ്യമാകാത്ത അവകാശങ്ങൾക്ക് വേണ്ടി അവരെ അവബോധപ്പെടുത്തിയിരുന്നു. നീ മാറു തുറന്നിട്ടുകൊണ്ട് നടക്കേണ്ടുന്ന വ്യക്തിയല്ല, മറക്കേണ്ടുന്നവളാണ്. നീ സ്വയം തൊഴിൽ ചെയ്യേണ്ടുന്നവളാണ്. തുന്നലായിക്കോട്ടെ, മെഴുകുതിരി നിർമ്മാണമായിക്കോട്ടെ, നീ സ്വയം തൊഴിലെടുക്കേണ്ടുന്നതാണ്. നിന്നെ സമൂഹത്തിലെ മറ്റൊരു വ്യക്തി അവന് സമ്പത്തോ അധികാരം ഉണ്ട് എന്ന് കരുതി നിന്നെ നിയന്ത്രിക്കേണ്ടതല്ല. നിനക്ക് അവകാശങ്ങളുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചത് ഒരിക്കലും ഇവിടുത്തെ ഈ നവോത്ഥാന നായകന്മാരല്ല, ബേസിക്കലി മിഷണറിമാരാണ്. ചരിത്രം നമ്മൾ മറക്കുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ പഠിപ്പിച്ചത് മിഷണറിമാരാണ് പഠിപ്പിച്ചത്. അത് വെറുതെ അല്ല. അപ്പോൾ ആ രീതി, ആ ബേസിൽ വളർന്നു വന്ന സഭയ്ക്ക് ഇന്നും എന്ത് ചെയ്യാറുണ്ട്? സമൂഹമായിട്ട് ബന്ധമുണ്ട്. അത് ബന്ധപ്പെടുത്തി തന്നെ പോകണം. അവകാശങ്ങൾ ലഭ്യമായത് അതിലൂടെയാണ്. പക്ഷെ അതൊന്നും സഭയിൽ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആശ്വാസം കിട്ടുന്നില്ല. അവകാശങ്ങൾ കുറഞ്ഞ് ഇല്ലാണ്ടാകുകയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഭയ്ക്ക് പറ്റുന്നില്ല. യുവാക്കളോട് പോവും, വേറെ കാര്യങ്ങൾ നോക്കി അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒത്തിരി സാധ്യതകളുണ്ട്. അവർക്ക് സന്തോഷവും ആശ്വാസവും മനസ്സിന് ആവശ്യം തന്നെയാണ്. യുവാക്കളെ ഞാൻ ഈ ബോബി അച്ഛൻ അറിയാലോ, ബോബി അച്ഛൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ ജസ്റ്റ് പങ്കെടുത്തു. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ബോബി അച്ഛൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ അച്ഛനെ സംസാരിക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ, ആലിംഗനം ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് പ്രവേശിച്ചു. അത് മറ്റൊന്നുമല്ല, യേശു കർത്താവ് ഒരു യുവാവായ വ്യക്തിയെ യേശു കർത്താവ് എത്രമാത്രം സ്നേഹിക്കും എന്ന് അദ്ദേഹം കാണിച്ചിരുന്ന പോലെ തോന്നി. അത് ആ ഒരു പൊതിയൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് യുവാവായ എനിക്ക് അന്ന് വർഷം കുറേയായി എനിക്ക് മാത്രമല്ല കിട്ടേണ്ടത്, എല്ലാ യുവാക്കൾക്കും കിട്ടേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? അത് കിട്ടാതെ വരുമ്പോൾ കിട്ടുന്നിടത്തേക്ക് പോകുന്നു. ഒരു യുവാവിന് സഭയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ ഒത്തിരിയുണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ആനുകൂല്യത്തിന് വേണ്ടി സഭയിൽ പോകുന്നതെന്ന് വെച്ചാൽ ആനുകൂല്യത്തിന് വേണ്ടി പോകുന്നതല്ല. പക്ഷേ ബേസിക്കായിട്ട് അവൻ ലഭ്യമാകേണ്ടതാണത്. മനസ്സിലായില്ലേ? പക്ഷെ അതും കൊടുക്കാൻ സഭയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. യുവാക്കൾ അവിടെ നിന്ന് പോകാനായിട്ട് അതൊരു കാരണം തന്നെയാണ്. പിന്നെ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? അത് കുറച്ചുകൂടി സംവരണമായിക്കോട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസ സംവരണം, പിന്നെ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് ഇപ്പോൾ ക്രിസ്ത്യൻ നമ്മുടെ ഇപ്പോൾ കേരളത്തിനകത്ത് മൈനോറിറ്റി രണ്ട് വിഭാഗക്കാരുണ്ട് മൈനോറിറ്റീസ്. ഒന്ന് മുസ്ലിം സഹോദരങ്ങളും ഒന്ന് ക്രൈസ്തവരും. ഈ സ്കോളർഷിപ്പ് വിഷയം ഇതിനറിയാമെന്ന് ചിന്തിക്കുന്നു. സ്കോളർഷിപ്പ് വിഷയത്തിനകത്ത് 20% ക്രിസ്ത്യൻസിനും 80% മുസ്ലിം സഹോദരങ്ങൾക്കും കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായിട്ട് സ്കോളർഷിപ്പ് നൽകണം എന്ന് ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി അത് പഠിച്ചു, മനസ്സിലാക്കി. കേരളത്തിനകത്ത് ജനസംഖ്യ ആനുപാതികമായിട്ട് സ്കോളർഷിപ്പ് നൽകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നൽകിക്കൊണ്ടിരുന്ന 20 അല്ല, മറിച്ച് എത്ര കൊടുക്കണം? 40 കൊടുക്കണം. മുസ്ലിം സഹോദരങ്ങൾക്ക് 80 അല്ല, അവർക്ക് 60 കൊടുത്താൽ മതി എന്ന് ആര് വിധി പുറപ്പെടുവിച്ചു?
സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. അതിന്ന് കിട്ടുന്നില്ല. കാരണം ആ വിധിയിന്മേൽ അപ്പീൽ പോയിരിക്കുന്ന ആരാണ്? ആർക്ക് അപ്പീൽ പോകാം? ഇപ്പോൾ അല്ലല്ല, ഇപ്പോൾ എതിർകക്ഷി ആരാണ്? മുസ്ലിം സഹോദരങ്ങൾ. അപ്പം ന്യായമായിട്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു അപ്പീൽ പോകാം. ഞങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ 80% സ്കോളർഷിപ്പ് അനുഭവിച്ചിരുന്നവരാണ്, അതിൽ 60 ആക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, 80 ആക്കണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. പക്ഷെ പോയത് മുസ്ലിം സഹോദരങ്ങളാണോ പോയത്? അല്ല, മറിച്ച് പോയത് കേരള ഗവൺമെൻറ്റാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് എന്ന സ്ട്രക്ചർ, അത് 2-3 വർഷമായിട്ടുള്ളൂ സ്ട്രക്ചർ, അവർ ആർക്കെതിരാണ്? ആർക്കൊപ്പമാണ്? ന്യൂനപക്ഷങ്ങളെ തുല്യമായിട്ട് കാണേണ്ടുന്നവർ ആർക്കെതിരാണ്? ക്രിസ്ത്യാനിക്കെതിരാണ്. ആർക്കൊപ്പമാണ്? മുസ്ലിം സഹോദരങ്ങൾക്ക് ഒപ്പമാണ്. പക്ഷെ ബേസിക്കലി ഈ റിസർവേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് മെറിറ്റിനെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ആളെ എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് 100 പേര് എക്സാം എഴുതുകയാണ്. അതിൽ 50% അല്ലെങ്കിൽ 60% പേർക്ക് ഈ മെറിറ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ കണ്ടസ്റ്റ് ചെയ്ത കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ബേസിലല്ല അവർ കയറുന്നത്. അതൊരിക്കലും ഒരു ട്രൂത്ത് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഈ റിസർവേഷൻ സംവിധാനം തന്നെ മാറ്റി എല്ലാവർക്കും ഒരുമിച്ച് കണ്ടസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ച് ഈ റിസർവേഷന്റെ ബേസിൽ. അല്ല, അത് നമുക്ക് 2 രീതിയിലാണ് വ്യാഖ്യാനം. നമ്മുടെ ഈ ടോപ്പിക് അല്ല എങ്കിലും ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാരണം തന്നെയാണ്. എനിക്ക് സംശയം ആക്ച്വലി യുവാക്കള് നമ്മുടെ ചർച്ചിനകത്തേക്ക് വരുമ്പോൾ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. എന്താണ് ആക്ച്വലി യുവാക്കൾ ആ ഒരു സൈഡിൽ, അതായത് സാമൂഹികമായിട്ട് അവർക്ക് കിട്ടേണ്ട റൈറ്റ് കിട്ടുന്നില്ലെന്നാണല്ലോ പറയുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, ഒരു കാലഘട്ടം നമ്മൾ SC സർട്ടിഫിക്കറ്റ് വേണമല്ലോ, PSC. ഒരു കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കൊണ്ട് പ്രയോജനമുള്ളതുപോലെ ഇന്ന് പ്രയോജനമില്ല. സംവരണം കുറഞ്ഞു വരുന്നു. അത് ചർച്ച വേണ്ടുന്ന രീതിയിൽ മാത്രമല്ല നമ്മുടെ ഇന്റർവെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ സഭ ജനങ്ങളിൽ നിന്ന് സമ്പത്ത് ആഗ്രഹിക്കുന്നുവെങ്കിലും തിരിച്ച് അവർക്ക് അവരുടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സഭ റിസ്ക് എടുക്കുന്നില്ല. മനസ്സിലാവും. അപ്പൊ അതിന് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാല് ഈ ചർച്ച് ഇങ്ങനെ കാശ് കൊണ്ടുപോവാ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന അച്ഛന്മാരും ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലാത്ത അച്ഛന്മാരുണ്ട്. ഇമോഷണൽ അപ്പീസ്മെന്റ് വഴി, പർപ്പസ് ഒന്ന് തന്നെയാണ്. അതായത് ലിപ്സ്റ്റിക് ഇട്ട് വരുന്നു എന്നേ ഉള്ളൂ. അതായത് ടോക്സിക് കമ്പാഷൻ എന്ന് പറയുന്നത്, അതായത് കമ്പാഷൻ പുറമേ കാണിക്കുക. ഇവർ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ കാശ് പള്ളിയിലേക്ക് കൊണ്ടുവരിക, വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. അപ്പം പല അച്ഛന്മാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കരിയറിന്റെ, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു കരിയറായിട്ടാണല്ലോ ആക്ച്വലി കാണുന്നത്, അവരുടെ കരിയറിന്റെ ഒരു ഗ്രോത്ത് അവർ കാണുന്നത് ചർച്ചിലെ ഇൻകം എത്രത്തോളം കൂടി എന്നുള്ളതാണ്. അതായത് മുമ്പിരുന്ന അച്ഛനെക്കാളും ഇപ്പൊ വന്നപ്പോ ഇൻകം എത്ര ശമ്പളം ഓടുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്ത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പുതിയ ലാൻഡോ പ്രോപ്പർട്ടി എന്തെങ്കിലും വാങ്ങിച്ചോ, അതാണ് ഇവരുടെ ഒരു എന്താ പറയാ പ്രൊഫൈൽ അല്ലെങ്കിൽ ബയോഡാറ്റയില് റെസ്യൂമെയില് ഇവർ ആഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ അതാണ്. പക്ഷെ അത്തരത്തിലെ ഒരു വലിയ ഷിഫ്റ്റാണ് ആക്ച്വലി. അതായത് സഭയുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യങ്ങളിൽ നിന്നും ദൗത്യങ്ങളിൽ നിന്നും മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഒരു കറപ്റ്റായിട്ടാണ് ആകുന്നത്. ഇപ്പം ചർച്ച് ഇപ്പം വലിയ ചർച്ച ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി കൂടുന്നു, ആസ്തി കൂടുന്നു, ഈ പറയുന്ന മറ്റ് രീതിയിലുള്ള ആക്ടിവിറ്റികൾ കൂടുന്നു. അങ്ങനെയൊക്കെ കൂടുന്തോറും എപ്പോഴും കറപ്ഷൻ കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ചർച്ച് കൂടുതലായിട്ട് കാശ് കളക്ട് ചെയ്ത് അവരുടെ പേരിൽ ചെയ്യുക. ഇപ്പം ഒരു ചർച്ച്, ആ ചർച്ച് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു സോഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചോളണം. അപ്പം ആ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ആ ചർച്ചിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ചർച്ചിലെ ഓഡിയൻസിൽ നിന്നായിരിക്കും. ആ ക്രിയേറ്റ് ചെയ്യുന്ന മണി അത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ചർച്ച് കമ്മിറ്റിയുടെ പേരിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ അല്ലെങ്കിൽ പവർ എക്സർസൈസ് ചെയ്യാണ് ഈ ചർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ ചർച്ച് കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടന്റ്, ട്രഷറർ. ഇത് മറ്റുള്ളവരുടെ മേലെ ഒരു അധികാരം കാണിക്കുകയാണ്, സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ ആണ് അല്ലേ. ഇപ്പം നമ്മളൊരു ഒരു മീറ്റിംഗ് തന്നെ നടന്നു കഴിഞ്ഞാൽ മുഖ്യ സ്ഥാനം അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതൊന്നും വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ഇതൊക്കെ തന്നെ അവരൊരു പവർ എക്സർസൈസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ചർച്ച് സെക്രട്ടറി ആവുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. അല്ല ചർച്ചിനെ സെർവ് ചെയ്യാൻ കിട്ടിയ ദൈവം തന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല, അങ്ങനെ അവർ പറയുമെങ്കിലും അങ്ങനെ അല്ല അവർ ചെയ്യുന്നത്.
അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചർച്ച് കൂടുതലായിട്ട് മണി കളക്ട് ചെയ്യും തോറും കറപ്റ്റ് ആവാനുള്ള അല്ലെങ്കിൽ ഈ പവർ, സോഷ്യൽ സ്റ്റാറ്റസ് തുടങ്ങിയ പാരാമീറ്റേഴ്സ് കൂടുതലായിട്ട് അവർ മിസ്യൂസ് ചെയ്യാനും അവരുടേതായിട്ടുള്ള വൺ വേ ഓർ അതർ വേ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് എലിവേഷന് വേണ്ടിയിട്ട് ഇത് അൾട്ടിമേറ്റ്ലി പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു മീഡിയേറ്റർ ത്രൂ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാമല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ബൈബിളിൽ എവിടെയെങ്കിലും ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുകൊടുത്ത് പള്ളിക്കാർ ഇങ്ങനെ എന്താ പറയുക ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആദിമകാല സഭകളിൽ അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ അതൊരിക്കലും അങ്ങനെ ഒരു പ്രിസ്ക്രിപ്റ്റീവായിട്ട് ഫ്യൂച്ചറിലെ ചർച്ചിന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ദശാംശം ആക്ച്വലി ബിബ്ലിക്കലി അങ്ങനെ 10-1 തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിയമവും ഇല്ല. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾ പള്ളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടും. ദശാംശം തന്നെ പറയാണ്. ഞാൻ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ ഒരു സഭ ഞായറാഴ്ച ഒരു സഭയിൽ പോയി. സഭയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ആ സഭയിൽ പുരോഹിതൻ പറഞ്ഞതാണ് എല്ലാ ആഴ്ചയും ദശാംശം വയ്ക്കണം. കാര്യം ഇവിടെ തോട്ടം തൊഴിലാളികളാണ് ആ മേഖലയിൽ. അപ്പോൾ ആ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജോലി ചെയ്ത് കിട്ടിയ തുകയുടെ ദശാംശം വയ്ക്കണം. പുരോഹിതൻ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മാസ ശമ്പളത്തിൻ്റെ ദശാംശം 4 ആഴ്ചകളിലായിട്ട് വയ്ക്കും. ആദ്യം ഞാൻ വയ്ക്കും, പിന്നെ നിങ്ങൾ വയ്ക്കണം എന്ന് ദശാംശം എന്ന് പറയുന്നത് ഒരു സഭയുടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത പ്രാക്ടീസായിട്ട് മാറിക്കഴിഞ്ഞു. അത് പക്ഷേ ജനങ്ങൾ അതിനകത്ത് ബോധവാന്മാരാകുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ കൊടുക്കാൻ വില്ലിങ് ആണ്. കാരണം അവർ കാണുന്നത് എന്താണ്, ഇതൊരു വളഞ്ഞ വഴിയാണ്. ദൈവത്തിന് കാശ് കൊടുത്ത് നമ്മൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത പല കാര്യങ്ങളും അടിച്ചെടുക്കാൻ പറ്റിയ ഒരു വഴിയായിട്ടാണ് ഈ പള്ളിയിൽ കാശ് കൊടുക്കുന്നതിന് ജനങ്ങൾ കാണുന്നത്. ഇപ്പം ആൾക്ക് ആളുടേതായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ എബിലിറ്റി ഇല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പള്ളിയിൽ അച്ഛൻ പ്രസംഗിക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ എല്ലാ ദിവസവും വരണം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മാറ്റം ഉണ്ടാവും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടും. അപ്പൊ ഇവൻ വിചാരിക്കുന്ന എന്താണ്, പള്ളിയിൽ കൊണ്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ഇവൻ കുറെ ദിവസം പോയിട്ട് ഒന്നും നടക്കണില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ പറയുന്നതൊക്കെ വെറുതെ ആണെന്ന്. പിന്നെ അവൻ ചർച്ചിലേക്ക് എന്തെങ്കിലും തിരിഞ്ഞു നോക്കുക ഇല്ല. മറ്റൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടി ദൈവത്തിന് സമ്പത്ത് കൊടുക്കണം. രണ്ടും ചേർക്കുകയാണ്. അതായത് ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഭൗതിക നേട്ടത്തിന് വേണ്ടി ദൈവത്തിന് സമ്പത്ത് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ സമ്പത്തിന് നല്ലൊരംശം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എൻ്റെ സാലറിയുടെ ചെറിയൊരു അംശം എൻ്റെ സഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് ദൈവരാവിശ്രതിക്ക് വേണ്ടി എന്ന ചിന്തയാണ് കൊടുക്കുന്ന ഒരു സൈഡ്. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഇന്ന ഭൗതിക നേട്ടങ്ങൾ വേണം. അതെ, അതുകൊണ്ട് ഞാൻ ഇത് നൽകുന്നു. അത് കറപ്ഷൻ ആണ്. ഞാൻ എലിജിബിൾ അല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കത് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അത് പുരോഹിതന്മാർ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. നിനക്കുള്ള സമ്പത്തിനെ നീ എന്ത് ചെയ്യുക, നീ സഭയിൽ പങ്കുവയ്ക്കുക, നിനക്കുള്ള സമ്പത്ത് പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ബിബ്ലിക്കൽ തോട്ടിൽ നിന്ന് നിനക്കുള്ള നന്മയെ പങ്കുവയ്ക്കുക. നിനക്കുള്ള ആഹാരമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും സന്തോഷം, നമുക്കുള്ള നന്മയെ പങ്കുവയ്ക്കുക എന്നുള്ള വിശാലമായ ചിന്തയ്ക്കകത്തു നിന്നും അതിന് സമ്പത്ത് എന്നൊരു ചുരുങ്ങിയ ലെവലിലേക്ക് അതിനെ കൊണ്ടുവന്നു. അപ്പോൾ നീ ധൈര്യമായിട്ട് സമ്പത്ത് വെച്ചാൽ നിനക്ക് ഇന്ന ഭൗതിക നേട്ടങ്ങൾ വരും. 10 രൂപ വെച്ച് നിനക്ക് 20 രൂപ, എൻ്റെ ബിസിനസ്സിൽ 20 രൂപ കിട്ടും. അല്ല, എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ 1000 രൂപ ഞാൻ 100 രൂപ നൽകുന്നു എന്ന ചിന്തയിൽ നിന്നും ഇന്ന് ഞാൻ അവിടെ 1000 രൂപ വെച്ചാൽ അടുത്ത ആഴ്ച 2000 രൂപ ബിസിനസ് വരും എന്ന ചിന്തയിലേക്ക് ജനത്തിന് മാറ്റിക്കഴിഞ്ഞു. തിരിച്ചു വരുന്നൊരു സംഭവം അല്ല അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജനറേഷൻ. അത് അറിഞ്ഞോ അറിയാതെ അയാൾ പറയാണ്, എടാ ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ 1000 രൂപ കാണിക്ക് വെച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഈ ആഴ്ച 2000 രൂപ ബിസിനസ് കിട്ടി. ഞാൻ ഈ ആഴ്ച വീണ്ടും 2000 കൊണ്ടുവയ്ക്കും, ബിസിനസ്സിലേക്ക് ദൈവം 4000 ആയിട്ട് തരും. അത് സാത്താനാണ് ചെയ്യണമെന്നുള്ളതല്ല. അതിന് അങ്ങനെ ചിന്തയിലേക്ക് വിശ്വാസി പോയെന്നുള്ളതാണ്. ഇത് അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ പള്ളിയിൽ വയ്ക്കുന്ന കാണിക്കയെല്ലാം തന്നെ പരസ്യമായിട്ട് വായിക്കും. ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ആളിന് ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഇത്രയും ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ചർച്ച് അവർ വോളണ്ടറി ആയിട്ട് ഇനി ഈ കാശ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന എമൗണ്ട് കുറയോ കൂടുവോ? കുറയും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഒന്ന്, ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് നേട്ടം കിട്ടുക. 2, ഞാൻ പള്ളിയിൽ കൊടുത്തു,
അല്ലെങ്കിൽ കാശ് കൊടുത്തു, അത് പള്ളിയിൽ പബ്ലിക്കായിട്ട് വായിക്കുമ്പോൾ 4 ആൾ കേട്ടു, അപ്പൊ എൻ്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് ഉയർത്തുക. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ വരുമാനം എന്ന് പറയുന്നത് ആക്ച്വലി ഇല്ല. അപ്പോൾ ജെന്യൂനായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ആക്ച്വലി പലപ്പോഴും ഇത്തരത്തിലുള്ള വളഞ്ഞ വഴിയിലൂടെ സഭ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ഒരുപക്ഷെ സഭയെ അവർ കാണുന്നത് ഈ രീതിയിലാണ്. പക്ഷേ ഒരു നമ്മൾ സഭയിൽ വരാത്ത യുവാക്കള് മോശ യുവാക്കളെ എന്ന് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. സമൂഹത്തിന്റെ ഏറ്റവും നല്ല പാർട്ട്, ഏറ്റവും നന്മയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി രാപ്പർ അധ്വാനിക്കുന്ന യുവാക്കളുണ്ട്. പക്ഷെ അവര് പള്ളി വരുമ്പോൾ കാണുന്ന എന്താണ്? ഈ സംഭവമാണ്. അത് പെട്ടെന്ന് വിട്ടു. എനിക്ക് ഇവിടെ കിടന്ന് സംസാരിക്കാനും വെള്ളം വയ്ക്കാനും താല്പര്യമില്ല എന്ന രീതിയിൽ അവർ സഭയിൽ നിന്ന് എന്ത് ചെയ്യും? ഇറങ്ങി ഓടിക്കളയും. എനിക്ക് സംവരണവും വേണ്ട, അവകാശങ്ങളും വേണ്ട, ആശ്വാസം വേണ്ട. അവൻ സൊസൈറ്റി നിൽക്കുകയാണ്. സൊസൈറ്റിയിൽ അവൻ ചെയ്യുന്നത് വളരെ നോബിളായിട്ട് കുറെ കാസസിനായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. അവനോട് സന്തോഷം കണ്ടെത്തും. അപ്പോൾ സഭയിൽ നിന്ന് സഭയിൽ നിന്ന് വഴിതിരിച്ച് ഒരു യുവാവിന് പോകാനായിട്ട് സഭയ്ക്കകത്തുള്ള ലക്ഷ്യമില്ലാത്ത ലോങ് ടേം റൺ ഇല്ലാത്ത കുറെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനവൽക്കരണം. തീർച്ചയായും സഭയുടെ ബിൽഡിങ്ങിന്റെ പരിപാടി ഉൾപ്പെടാതെ അതിനെ സ്ഥാപനവൽക്കരണം തന്നെ പറയണം. സഭയുടെ ഹാള് വരണം, ഹാളിന് മുകളിൽ വീടിന്റെ ഹാള് വരണം, പാർക്കിംഗ് വരണം, നഴ്സറി സ്കൂളിലേക്ക് നഴ്സറി സ്കൂളിന് ഹൈസ്കൂളാക്കണം. അതുപോലെ സ്ഥാപനവൽക്കരണത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇതെല്ലാം അവരെ വരുമാനത്തിനുള്ളിൽ നിന്ന് ചെയ്താൽ കുഴപ്പമില്ല. ഇത് ജനങ്ങളെ പ്രഷറൈസ് ചെയ്ത് ഇപ്പം 1 ലക്ഷം രൂപയുടെ വരുമാനമുള്ള പള്ളിയാണെങ്കിൽ അവര് 2 കോടി 5 കോടി 10 കോടി രൂപയുടെ പള്ളിയാണ് വെക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം പ്രഷർ ചെയ്ത് ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുകയാണ്. മനസ്സിലായി? പള്ളിയിൽ ഇപ്പോൾ എൻ്റെ സഭയിൽ ഒരു ചന്ദനത്തെ നട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് നട്ടു, 1-2 മരങ്ങളൊക്കെ നട്ടു. ആ മരം ഒരു ഒത്ത മരമായി മാറിക്കഴിഞ്ഞാൽ ആ പള്ളിക്ക് ആ സഭയ്ക്ക് ആ മരത്തിൽ അവകാശമില്ല. ആ സഭയോട് ചേർത്ത് ഒരു 500 സ്ക്വയർ ഫീറ്റുള്ള ഒരു സഭയുടെ ഒരു ഹാളോ എന്തെങ്കിലും കൂടെ ചെയ്താൽ ജനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിൽ പങ്കില്ല. ആ മരം വെട്ടണമെങ്കിൽ ചോദിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, ഒരു ബോർഡുണ്ട്. അവിടെ പോയി ചോദിക്കണം, എൻ്റെ പള്ളിയിൽ ഞങ്ങൾ നട്ടൊരു മരമുണ്ട്, ആ മരം ചരിഞ്ഞ് നിൽക്കുകയാണ്, വെട്ടിക്കോട്ടെ, വെട്ടാൻ അനുവദിക്കണം എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും. ഞാൻ എൻ്റെ ബിൽഡിംഗ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇന്ന ക്രമീകരണത്തിന് ഇന്ന രീതിയിൽ അതിനെ ചെയ്തോട്ടെ. അത് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ നിന്ന് ആരും പറയൂല, നമ്മൾ ചെയ്യണം. ബട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള അവകാശം ആർക്കാണ്? മുകളിൽ ജനങ്ങൾക്ക് അവൽ അവകാശമില്ല. സ്ഥാപനത്തിൻ്റെ അവകാശവും വസ്തുക്കളും എഴുത്തിൻ്റെ രേഖകളെല്ലാം മറ്റൊരു വ്യക്തിയുടെ കീഴിലാണ്. അത് ഒരുപക്ഷെ ലോങ് റണ്ണിൽ വിശ്വാസികൾ അത് മനസ്സിലാക്കി സഭയോടുള്ള സ്നേഹം കുറഞ്ഞു വരും. മാത്രമല്ല ഈ മാതാപിതാക്കൾ യുടെ സംഭാഷണവും സഭയോടുള്ള കടപ്പാടും സഭയോടുള്ള ബന്ധവും ഒരു യുവാക്കളെ സഭയിൽ നിന്ന് മാറ്റാനും കാരണമാകും. തീർച്ചയായും. ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിൽ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് ഒത്തിരി സഭകളിൽ ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ട്. ഈവൻ CSIയിലുണ്ട്. ബാക്കി സഭകളിൽ നമ്മൾ പറഞ്ഞ് താല്പര്യം എനിക്കില്ല, എങ്കിലും ബാക്കി സഭകളിലുണ്ട്. ഈ ഇൻറ്റേർണൽ ഇഷ്യൂസ് അതിനെപ്പറ്റി കുടുംബങ്ങളിൽ സംസാരം വരും. സഭയ്ക്കകത്ത് ഇന്ന പ്രശ്നമുണ്ട്, പുരോഹിതൻ ഈ രീതിയിലാണ്, പുരോഹിതൻ ഇയാൾ ശരിയല്ല, ഈ പുരോഹിതൻ ഇത്ര മോശമാണ് എന്ന് സംസാരം വരുമ്പോഴത്തേക്ക് യുവാക്കളായി വളർന്നു വരുന്ന സമൂഹം എന്ത് ചിന്തിക്കും? ഞാൻ എന്തിന് ഇത്രയും കറപ്റ്റായിട്ടുള്ള സമൂഹത്തിലേക്ക് പോകണം? എനിക്ക് ഈ ശനിയാഴ്ച വരെ നല്ല സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എന്തിന് ഇതുപോലുള്ള സ്ഥലത്ത് പോയി എൻ്റെ സമയം വേസ്റ്റ് ആക്കണം? സൺഡേ ഞാൻ വളരെ ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് യാത്ര ചെയ്ത് എനിക്ക് വന്നൂടെ, സ്പെൻഡ് ചെയ്തുകൂടെ? ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ എനിക്ക് എന്തുമാത്രം സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ധ്യാനം പോലെ യോഗ തെറ്റല്ല, ധ്യാനം തെറ്റല്ല എന്ന് അങ്ങനെ തെറ്റെന്ന് പറഞ്ഞല്ല. പക്ഷേ സഭയ്ക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവരുടെ മനസ്സിന് അത്രയും മൂല്യം ഇവിടെ കിട്ടുന്നതെന്ന് അവർക്ക് തോന്നുന്നില്ല. സഭയെക്കുറിച്ച് അവർ പറയുന്നതാണ് തെറ്റ്, മോശം, അല്ലെങ്കിൽ അത് അങ്ങനല്ല എന്ന്. അത് അങ്ങനെ വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം പുരോഹിതന്മാർ, പ്രത്യേകിച്ച് മെജോറിറ്റി അച്ഛന്മാർ, എല്ലാ അച്ഛന്മാരും ഞാൻ ഒരിക്കലും പറയും മെജോറിറ്റി, അത് 50-50 അല്ല, മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. മെജോറിറ്റി അച്ഛന്മാരും ദൈവത്തിങ്കിലേക്ക് ആൾക്കാരെ അടുപ്പിക്കുക അല്ല ചെയ്യുന്നത്, അവരിലേക്ക് ആൾക്കാരെ അടുപ്പിക്കുക എന്നുള്ളതാണ്. അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നുകിൽ പള്ളിയോട് അടുപ്പിക്കുക അല്ലെങ്കിൽ ആളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടേണ്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസും പവറും അവർക്ക് അധികാരം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അൽമനാക്കിനകത്ത് ഒരു പ്രസംഗം പോലും നമുക്ക് ദൈവത്തെക്കുറിച്ച്
ജനറലൈസ് ചെയ്യപ്പെടുകയാണ് എല്ലാം. ജനറലൈസ് ചെയ്യപ്പെടുകയാണ്. അത് സൊസൈറ്റിയും സഭയായിട്ട് അധികം ദൂരമില്ല. ഇല്ല, അതൊരു മേജർ പ്രോബ്ലമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. എനിക്ക് എല്ലാ റിലീജിയനിൽ പെട്ട ഫ്രണ്ട്സും എനിക്കുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. റിലീജിയനെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയത്, ഒരു റിലീജിയസ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്ന ഒരാൾ മറ്റ് റിലീജിയനിലെ പ്രാക്ടീസ് കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ സബ്സിക്വൻ്റ്ലി ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് തേർഡ് ജനറേഷൻ വരുമ്പോൾ ഇറിലീജിയസ് ആയിട്ടുള്ള ആളായിട്ട് മാറും. അതായത് റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസും പ്രാക്ടീസസും ഒരിക്കലും നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഹിന്ദു റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്, ഓക്കെ, അവർ സീരിയസ് ആയിട്ട് റിലീജിയൻ ഫോളോ ചെയ്യുക. ക്രിസ്ത്യൻ റിലീജിയനാണ്, അവർ സീരിയസ് ആയിട്ട് ക്രിസ്ത്യൻ റിലീജിയൻ ഫോളോ ചെയ്യുക. മുസ്ലിം റിലീജിയനാണ് ഫോളോ ചെയ്യുക, അവർ സീരിയസ് ആയിട്ട് അത് ഫോളോ ചെയ്യുക. അവർക്കത് റാഷണൽ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റിലീജിയൻ സ്വിച്ച് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ എപ്പോഴാണ് ഒരു റിലീജിയനിലുള്ള ഒരാൾ മറ്റ് റിലീജിയനിലുള്ളത് കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫാമിലി ബേസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, സബ്സിക്വൻ്റ്ലി ഇവർ ഇറിലീജിയസ് ആയിട്ടുള്ള ജനറേഷൻസ് ആയിരിക്കും അവരിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ക്രിസ്ത്യൻ വാല്യൂസിനെയും പ്രാക്ടീസസിനെയും ഇൻഡിജിനൈസേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് പല രീതിയിലും ബിബ്ലിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള പല പ്രാക്ടീസസും നമ്മുടെ ചർച്ചസിനകത്തേക്കും നമ്മുടെ വാല്യൂസിനകത്തേക്കും വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലുകാച്ചി ചടങ്ങ്. ആക്ച്വലി ക്രിസ്ത്യൻ ബിബ്ലിക്കലി നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ ചടങ്ങില്ല. പക്ഷെ റിലീജിയസ് ആയിട്ട് ഹിന്ദു റിലീജിയസ് ആയിട്ടുള്ള അവർ ഫോളോ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പക്ഷെ ക്രിസ്ത്യൻ റിലീജിയസ് നമ്മുടെ ചർച്ചസ് ഒക്കെ തന്നെ പാലുകാച്ചി നടത്തുന്നുണ്ട്. അതുപോലെ കുറ്റിവെക്കൽ, സ്ഥാനം നോക്കൽ, ഇതൊന്നും തന്നെ ക്രിസ്ത്യൻ ബിബ്ലിക്കൽ റിലീജിയസ് പ്രാക്ടീസസേ അല്ല. അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോർമലൈസേഷനും ജനറലൈസേഷനും വരുമ്പോൾ ആ വാല്യൂസിനും പ്രയോറിറ്റിക്കും ഒരു ഇമ്പോർട്ടൻസും വരും. ഇത് രണ്ട് റിലീജിയനും സബ്സിക്വന്റ്ലി എന്താ പറയുക, ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ, സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത രീതിയിൽ പോവുകയാണ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ശരിയാണ്. പക്ഷെ അങ്ങനെ ജനറലൈസ് ചെയ്യപ്പെട്ട ക്രിസ്തുമതം പോലെ ജനറലൈസ് ചെയ്യപ്പെട്ട മറ്റൊരു മതം ഇല്ല. ആൾറെഡി ഹിന്ദുമതം ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന മതമാണ്. അപ്പോൾ ആ ഹിന്ദുമതത്തിന് അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് ഇപ്പോഴും ഉണ്ട്. അത് ആ ഡെപ്തിൽ വളരെ തളർച്ച ഉണ്ടാകാം, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു മുസ്ലിം സഹോദരങ്ങൾക്കിടയിലും ഇങ്ങനൊരു ജനറലൈസേഷൻ ചെയ്യാൻ അനുവദിക്കില്ല. അവർ വളരെ റിജിഡ്, കുറെ കൂടെ ചിന്തിച്ച് അവരെ ചട്ടക്കൂടുകൾക്കകത്ത് നിർത്തി. ഇന്ന് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കേൾക്കുന്ന സൂംബ വിഷയമില്ലേ, അതിന് മറുപടി പറയുന്ന ആരാണ്? പുരോഹിതരാണ്. അവർ ഏത് മാധ്യമത്തിന് മുൻപിലായാലും അവരുടെ മതത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ. അവർ ഞങ്ങളുടെ മതപ്രകാരം മതത്തിൻ്റെ രീതി അനുസരിച്ച് ഈ സാമൂഹികമായ പ്രാക്ടീസ് തെറ്റ് എന്നുള്ള സ്ട്രോങ് ആയിട്ട് പറയണം. ക്രിസ്തീയ സഭയ്ക്കകത്ത് പറയുമോ? ഇപ്പോൾ ക്രിസ്ത്യ സഭയ്ക്കകത്ത് ഈ തെറ്റ് ശരിയെന്നുള്ളതല്ല. നമ്മുടെ സഭയിൽ ഒരിക്കലും സമൂഹത്തിൽ കാണുന്ന ഒരു തെറ്റിനെ എൻ്റെ സഭയുടെ കോൺസെപ്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്ന പുരോഹിതന്മാരില്ല. അത് ഭയങ്കര പ്രോബ്ലമാണ്. അത് പ്രോബ്ലം. അത് സമൂഹത്തിൽ അത് കാണുന്ന ഒരു പ്രാക്ടീസിനെ വ്യത്യസ്തമായ ഒരു പുതിയ, ഈ കേരളത്തിനകത്ത് ഏറ്റവും പെട്ടെന്ന് സാമൂഹികവൽക്കരിക്കപ്പെട്ട സമുദായം ക്രൈസ്തവ സമുദായമാണ്. അതായത് സമൂഹത്തിനകത്ത് ലഭ്യമാകുന്ന ഏറ്റവും നൂതനമായ സാധന സേവന സാങ്കേതിക വിദ്യയെ ആദ്യം ക്യാച്ച് ചെയ്യുന്ന, അതുമായിട്ട് പെട്ടെന്ന് മിങ്കിളാവുന്ന സമൂഹം ഏതാണ്? ക്രിസ്ത്യാനിയാണ്. അത് സഭയെ വല്ലാതെ തകർത്തിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിനകത്ത് ഈ ലഭ്യമാകുന്ന എല്ലാ പ്രത്യേകതകളും നമ്മുടെ സഭയ്ക്കുള്ളതാണ്. അതൊരു പക്ഷേ ആദ്യം ക്യാച്ച് ചെയ്യുന്ന യുവാക്കളാണ്. നിങ്ങൾക്കുള്ളത് തന്നെയാണ്. പക്ഷേ അതിനെ നിങ്ങൾ കാണേണ്ടത് പ്രത്യേക വീക്ഷണകോണിലാണ്. അതെ, അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യേണ്ടത്. അത് സംഭവിക്കുന്നില്ലല്ലോ. അതാണ് പ്രധാന പ്രശ്നം. ഈ പുരോഹിതന്മാരെ ആധുനിക പരീശന്മാരെന്ന് ഞാൻ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ, എവർക്ക് ഇന്നത്തെ ജനം ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ബിബ്ലിക്കലി തെറ്റാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അവരുള്ളിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട്, അവർക്ക് സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഷോർട്സ് എടുക്കുക, സ്റ്റാറ്റസ് പോയി കത്തിക്കുക. അതെ 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 അത് അവര് വളരെ ജെന്യൂൻ ആയിട്ട് ഹിന്ദു റിലീജിയൻ നമ്മുടെ സഭയുടെ പല സഭകളുടെയും മുറ്റത്ത്
ശബരിമലയിൽ എന്ന് പറഞ്ഞ ഭക്തർ വന്ന് തങ്ങുന്നുണ്ട്. നമ്മള് ഒരു ആ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർ തങ്ങട്ടെ പോട്ടെ, ഒരു രണ്ടാമത്തെ വിഷയം അല്ലെ. നമ്മൾ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഇടുക, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പോയി വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ അതിൽ പോയി നമ്മൾ പ്രസംഗിക്കുക, നമ്മളൊക്കെ ഒന്നാണ് എന്ന് അവിടെ പോയി പറയുക, അതൊക്കെ വളർന്നു വരുന്ന ക്രിട്ടിക്കലായിട്ട്. ഇപ്പം സഭയെ ആ വഴിക്ക് വിട്ട ആൾക്കാരും ഒത്തിരി പേരുണ്ട്. പക്ഷെ സഭയെ സ്നേഹിക്കുകയും അതിനെ വളരെ സൂക്ഷ്മതയോടെ നോക്കുകയും ചെയ്യുന്ന ഒരു യുവ സമൂഹത്തിന് എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഞാൻ എൻ്റെ പള്ളിയിൽ പോകുന്ന പോലെ തന്നെ അവിടെയും പോകുന്നു. അതെ, ഇത് തന്നെ ഹിന്ദു റിലീജിയനിലുള്ളവർക്കും തോന്നും, അവരും ഹിന്ദു റിലീജിയനിൽ സീരിയസ് അല്ലാതായി മാറും. ക്രിസ്ത്യൻ റിലീജിയനിലുള്ളവരും അവരും സീരിയസ് അല്ല. അത് വലിയൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള, ഇത് രണ്ടും റെലവെന്റ് അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് റിലീജിയൻ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു സൊസൈറ്റി എപ്പോഴും ബെറ്റർ ആക്കുന്നത് ഇൻഡിവിജ്വൽസും ഫാമിലിയും റിലീജിയസ് ആവുമ്പോഴാണ്, അല്ലാതെ സെക്യുലർ ആവുമ്പോഴല്ല. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആണ് സെക്യുലർ ആവേണ്ടത്. ഗവൺമെന്റ് സെക്യുലറും ഇൻഡിവിജ്വൽസും ഫാമിലിയും റിലീജിയസും ആവുമ്പോഴാണ് സൊസൈറ്റി ഹാർമോണിയസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഗവൺമെന്റ് ഇപ്പൊ ചെയ്തത് ഒരു മതസൗഹാർദ്ദം. പണ്ട് ഒരു ക്രിസ്ത്യാനി, മുസ്ലിം, ഹൈന്ദവൻ ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ സൗഹൃദം, ഞങ്ങളെ കൂട്ടുകാർ എന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. പക്ഷെ ഇന്ന് അതിനെ എന്ത് ചെയ്യുന്നു സൊസൈറ്റി? ഇന്ന് അതിനെ നോക്കിയിട്ട് വിളിക്കുന്നത് മതസൗഹാർദ്ദം എന്നാണ്. മതസൗഹാർദ്ദം പറയാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. സൗഹൃദമാണ്. അവർ കൂട്ടുകാരല്ലേ. അവർ ഹിന്ദു ആയാലെന്ത്, ക്രിസ്ത്യാനി ആയാലെന്ത്, മുസൽമാനായാലെന്ത്, അവർ പഠിപ്പിക്കുന്ന വാല്യൂ ഇതിപ്പം ഒരിക്കലും ചേർന്നുകൂടാത്ത മൂന്ന് സംഭവങ്ങൾ സംഭവമായിട്ടാണ് പറയുന്നത്. ഒരിക്കലും ചേർന്നുകൂടാത്ത നിങ്ങൾ ചേരാൻ നിങ്ങളെ മതം അനുവദിക്കുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അവർ ചിന്തിക്കും, അയ്യോ അങ്ങനെയാണല്ലേ എന്ന് ഈ ഇരിക്കുന്ന ചിന്തിച്ചില്ലെങ്കിൽ കാണുന്നത്, അയ്യോ അവർ മൂന്നുപേരും വളരെ ദൂരെ എക്സ്റ്റിങ്ക്റ്റിലുള്ള ആൾക്കാരാണല്ലോ, ഒരിക്കലും ചേരാൻ പറ്റാത്ത എന്തോ വലിയ സംഭവം അവർക്കുണ്ടല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, കാണുന്നവര് അവരവരുടെ സ്ഥലത്തിലോട്ട് പെട്ടെന്ന് ചുരുങ്ങും. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഈ സൊസൈറ്റി ഹാർമോണിയസ് ആക്കണമെങ്കിൽ സീരിയസ് ആയിട്ട് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഇൻഡിവിജ്വൽസും ഫാമിലീസും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായേ പറ്റും. അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതുപോലെ ഗവൺമെന്റ് സെക്യുലറും ആവണം. ഇത് നേരെ തിരിച്ചാണ് സംഭവം. ഇതെല്ലാം കൂടി ഇന്റർമിക്സിംഗ് ആയിട്ട് ഒരു ഹൈബ്രിഡൈസേഷനിലെ അവ്യല് പരുവത്തിലാണ് നമ്മുടെ സൊസൈറ്റി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ക്ലിയർ പാത്ത് ഒരു കാര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഗവൺമെന്റ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നു, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് കാര്യങ്ങൾ ഇടപെടുന്നു, സൊസൈറ്റി അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോകുന്നു. ഇതൊന്നിനും ഒരു ക്ലിയർ ഡിമാർക്കേഷൻ ഇല്ല. അതൊരു വലിയൊരു പ്രോബ്ലം ആണ് ആക്ച്വലി. അപ്പം എല്ലാ റിലീജിയനിൽ പെട്ട ആൾക്കാരും എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് അവരുടെ റിലീജിയനിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾ സ്വിച്ച് ചെയ്യണം. അതേസമയം നിങ്ങളുടെ റിലീജിയനിൽ നിൽക്കുകയും വേറൊരു റിലീജിയന്റെ പ്രാക്ടീസ് എടുത്ത് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ ആക്ച്വലി നിങ്ങൾ എന്താണോ എയിം ചെയ്യുന്നത് അതല്ല ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതസൗഹാർദ്ദം അല്ല, നമ്മുടെ സൊസൈറ്റി ഹാർമോണിയസ് ഹാർമണി അല്ല. ആക്ച്വലി നമ്മൾ ഇൻഡിവിജ്വൽസ് ഹ്യൂമൻ ബീങ് പറ്റൂല എന്നുള്ളതാണ്. അതെ, ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ആക്ച്വലി അത് ഒരുമിച്ച് പോകാൻ പറ്റും? ഒരിക്കലും. ഒരു ഭരണഘടനയുടെ കീഴിൽ ഒരുമിച്ച് നിൽക്കാം. അതെ, പക്ഷേ മതത്തിന്റെ കീഴിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റില്ല. മതത്തിന് സെപ്പറേറ്റ് തന്നെയാണ്, മതം സെപ്പറേറ്റ് തന്നെയാണ്. എന്നാലേ അതുകൊണ്ട് യൂസ് ഉള്ളൂ, എന്നാലേ സൊസൈറ്റി ബെറ്റർ ആവുകയാണ്. മറ്റതൊരു പൊയ്മുഖമാണ് ആക്ച്വലി. നമ്മൾ പുറമെ കാണുന്നത് വേറൊന്നും, ഇന്റേണലി വേറൊന്നും. മറ്റേ ആ ഒരു ഓക്കെ ഡിഫറെന്റ്, ഞാനും ആളും തമ്മിലുള്ള ഡിഫറെന്റ് ഇതാണ്. പക്ഷെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് ഒരു ഭരണഘടന. നമുക്ക് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ പരിഹസിച്ചാലും ശരി തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ എന്ന ലെവലിൽ ഒരുമിച്ച് പോകാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട്. അതിനെ നമ്മൾ മതം കൂടെ ചേർത്ത് ക്ലബ് ചെയ്ത് അതിനെ വികലമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഈ കാരണങ്ങൾ ഒരുപക്ഷെ യുവാക്കൾക്ക് സഭയിൽ ഒതുങ്ങി നിന്ന് അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിന്ന്, അല്ല ഞാൻ പറയാറുണ്ടേ, കുടുംബത്തിൽ നിന്നുകൊണ്ട് സഭയിലേക്ക് വന്ന് സഭയിൽ നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സഭയിൽ നിന്ന് ഇറങ്ങിയിട്ടല്ല, സഭയ്ക്കകത്ത് വേരോടി സഭയ്ക്കകത്ത് നിൽക്കണം. അവന്റെ വേരോട്ടം മുഴുവൻ സഭയ്ക്കകത്തായിരിക്കണം. സഭയുടെ ജലവും ലവണവും അവന് കിട്ടണം. അവൻ സഭയിൽ നിന്ന് വളർന്ന വലിയ വൃക്ഷമാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? സർവീസ് ചെയ്യണം. എങ്ങോട്ട് സർവീസ് ചെയ്യണം? സഭയ്ക്കകത്ത് മാത്രമല്ല സർവീസ് ചെയ്യേണ്ടത്. ഒരു മരം വളർന്ന് വലുതായിട്ട് അതിന്റെ പഴങ്ങൾ അവന്റെ കാമ്പൗണ്ടിനകത്ത് മാത്രമല്ല വീഴ്ത്തേണ്ടത്, സമൂഹത്തിന് മുഴുവൻ വീഴ്ത്തണം. ഞാൻ ഒരു രാഷ്ട്രീയം പറയുകയല്ലോ, ഒരു ഉമ്മൻചാണ്ടി സാറിന് അയാൾ മരണശേഷമാണ് ഒത്തിരി നന്മകൾ ഇങ്ങനെ അയാൾ ചെയ്ത നന്മകൾ കേട്ടത്. അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനി ആയിരുന്നു എന്നാണ് പറയണത്. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാ സഭയിൽ പോകും,
വളരെ ലാളിത്യമുള്ള ഒരു സാധാരണ ക്രൈസ്തവനെ പോലെ അദ്ദേഹം തൻ്റെ സഭയ്ക്കകത്ത് നിറഞ്ഞു നിന്നു എന്നുള്ളതാണ് വിശ്വാസം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും ഒത്തിരി സ്ഥലങ്ങൾ പ്രസംഗിക്കാൻ പോകാറുണ്ട്. അദ്ദേഹം ഒന്നും വിലക്കി നിർത്തിയ സഭയ്ക്കകത്ത് വിശ്വാസത്തിൽ ഭയങ്കര അഗ്രഗണ്യാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. പക്ഷേ അദ്ദേഹം സഭയ്ക്കകത്ത് നിറഞ്ഞു നിന്നപ്പോഴും അദ്ദേഹം സർവീസ് ചെയ്തത് എവിടെയാണ്? സമൂഹത്തിലാണ്. അതിനകത്തും ജാതിയും മതവും നോക്കിയിട്ടില്ല. അപ്പം നമുക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് സഭയ്ക്ക് കൊടുക്കും. നിങ്ങൾ വാ, സഭയ്ക്കകത്ത് നില്ല്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരാൻ പറ്റും, വിദ്യാഭ്യാസം ഇവിടെ നിന്ന് നേട്, ഇവിടെ നിന്ന് വളരെ ഇവിടെ നിന്ന് മാതൃകപരമായിട്ട് കുടുംബത്തിനെ ബിൽഡ് ചെയ്യും. ഈ വിശ്വാസം അകത്തുന്നില്ല. പക്ഷെ നീ സർവീസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? എന്നെ ഇതിനു വേണ്ടി എക്വിപ്പ് ചെയ്തത് എൻ്റെ സഭയാണ്, എന്നെ നിർത്തുന്നത് യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്ത് ചെയ്യണം? എന്നിട്ട് നീ സർവീസ് ചെയ്യും. പണ്ട് ഇതായിരുന്നു. അപ്പൊ ആ സർവീസ് ബെറ്റർ ആവുകയാണ്. ഇപ്പൊ നമ്മുടെ ലൈഫ് മോറലി കണ്ടക്ട് ചെയ്യാണ്, എത്തിക്കലി കണ്ടക്ട് ചെയ്യാണ്, നമ്മൾ റിലീജിയസ്ലി സീരിയസ് ആണ്. അപ്പൊ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും, ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞ് ചെയ്യും. അപ്പൊ ആ വാല്യൂ നമുക്ക് ബേസിക്കലി കണ്ടെത്താൻ പറ്റുന്ന സോഴ്സ് എന്ന് പറയുന്ന ചർച്ച തന്നെയാണ്. ഒരു അതിർവരമ്പുകളും ഇല്ലാതെ സർവീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. പക്ഷെ അതിന് ആ സർവീസ് ഒന്നും, അല്ലെങ്കിൽ അവൻ്റെ ആ കാഴ്ചപ്പാട് മുറിയാതിരിക്കണമെങ്കിൽ അവന് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു ബിൽറ്റ് അവന് വേണം. തീർച്ചയായും. അടിസ്ഥാന സ്ട്രക്ചർ വേണം. അത് സഭയ്ക്ക് കൊടുക്കാൻ പറ്റും. സമൂഹത്തിനകത്തുള്ള എല്ലാ ആശയങ്ങളും ചലിക്കുന്ന ആശയങ്ങൾ, എല്ലാ ആശയങ്ങൾക്കും മാറ്റം വരുന്ന ആശയങ്ങൾ. ഇപ്പൊ നമുക്ക് ഈവൻ കമ്മ്യൂണിസം പോലും മാറ്റം വരാതിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആശയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്ന ഒരു സ്ഥലത്ത് യുവാവിനെ കൊണ്ട് നിർത്തിയവൻ എന്ത് ചെയ്യും? അവ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലതും വലതും ഒരേ വിശ്രമമില്ലാതെ ഓടും. കാര്യം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് കൊള്ളാം. കാര്യം അവൻ ഇവിടെ നിർത്തിയില്ല, സഭയ്ക്കകത്ത് അവനെ നിർത്തിയില്ല. അത് കുടുംബത്തിന്റെ സഭയ്ക്കിടെയും ഇടയന്മാരുടെയും തെറ്റ് തന്നെയാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ വളർന്നു വരുന്ന യുവാവിനെ സഭയിൽ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുറ്റം ആരുടേതാണ്? സമൂഹത്തിന്റെ അല്ല. സമൂഹം പറയും നീ വാ. സമൂഹത്തിന് എന്ത് വേണം? ഒരു യുവാവിന്റെ യൗവനതയെ സമൂഹത്തിന് വേണം. അവന്റെ ഊർജ്ജം വേണം, അവന്റെ ഊർജ്ജം വേണം, അവന്റെ സമ്പത്ത് വേണം, അവന്റെ ഓട്ടം വേണം, അവന്റെ ത്വരത വേണം, അവന്റെ വിപ്ലവം വേണം, അവൻ്റെ എല്ലാം വേണം സമൂഹത്തിന്. സമൂഹം അതെടുക്കും. അവൻ്റെ ഏറ്റവും കാതലായ സമയത്ത് ഒരു നിയന്ത്രണമില്ലാതെ ഇസഡ് പോലെ ഓടും, അല്ലേ? പക്ഷേ ആ ഇസഡ് പോലെ ഓടാതെ അവന് ഒരിടത്ത് പിടിച്ച് നിർത്താണ്ട് ഇവിടെ ആർക്കേ പറ്റുള്ളൂ? റിലീജിയനെ പറ്റുള്ളൂ, സഭയ്ക്കേ പറ്റൂ. സഭയിൽ നിർത്തി അവൻ്റെ എല്ലാ കഴിവുകളെയും, അവൻ്റെ ആരോഗ്യത്തെയും കഴിവിനെയും ചിന്തയെയും അവൻ്റെ എല്ലാ പ്രസരിപ്പിനെയും സഭ എന്ത് ചെയ്യണം? മോൾഡ് ചെയ്യണം. ശാസ്ത്രത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയ്ക്ക് വായിച്ചപ്പോൾ ഏറ്റവും ലോകത്തെ നിയന്ത്രിക്കുന്ന സംഖ്യ 2 എന്നിങ്ങനെ ഞാൻ ഒരു പുസ്തകം എഴുത്തിൽ വായിച്ചു. അപ്പോൾ ഞാനൊക്കെ 2 എനിക്ക് 7 എന്നുള്ളത് ഒരു നല്ല സംഖ്യയല്ലേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ 2 പറയാൻ കാരണം അത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യമാണ്. നന്മയും തിന്മയും 2 മുഖങ്ങളാണ്. മൂർച്ചയുള്ളതും മൂർച്ചയില്ലാത്തതും, ഭംഗിയുള്ളതും ഭംഗിയില്ലാത്തതും, വെളുത്തതും കറുത്തതും, അല്ലെങ്കിൽ ഉയരമുള്ളതും ഉയരമില്ലാത്തതും. ഈ ലോകത്തുള്ള സകലതിനെയും 2 കാണാം. അതിനകത്ത് ഇപ്പോൾ കത്തി ആയാലും കത്തിക്ക് മൂർച്ചയുള്ളതും മൂർച്ചയില്ലാത്തതെന്ന് വരാം. ലോകത്തുള്ള സകല ആശയങ്ങളെയും വസ്തുക്കൾക്കും 2 മുഖങ്ങളേ ഉള്ളൂ. നല്ലതല്ലെങ്കിൽ മോശം, 2 മുഖങ്ങളേ ഉള്ളൂ. ആ സകല നല്ല മുഖങ്ങളെയും ഈ ഞാൻ പറഞ്ഞില്ല, കത്തി എന്ന് പറഞ്ഞില്ലേ, കത്തിക്ക് നല്ല മുഖവും ചീത്ത മുഖവും ഉണ്ട്. ഒരാളെ കുത്താൻ ഉപയോഗിക്കാം, വീട്ടിൽ നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്രിസ്ത്യാനായ ഒരു യുവാവിനെ സഭയിൽ നിൽക്കുന്നത് കൊണ്ട് അവനുണ്ടാകുന്ന പ്രയോജനം എന്താണെന്ന് അറിയാമോ? അല്ലെ, എന്തുണ്ടാകണം? സഭയിൽ നിന്നത് കൊണ്ട് മാത്രം സമൂഹത്തിലുള്ള സകല സാധന സേവനങ്ങളെയും ആശയങ്ങളെയും അവൻ കാണുന്നത് കേൾക്കുന്ന എല്ലാ ആശയങ്ങളുടെയും വസ്തുക്കളുടെയും നല്ല വശം ഏതെന്ന് തിരഞ്ഞെടുക്കാൻ ഉള്ള പവർ യുവാവിന് അവിടെ നിന്ന് കിട്ടും. അവിടെ കിട്ടും. പക്ഷെ സമൂഹം എന്ത് പറയും? നീ വാ, എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരുപോലെയാണ്, എല്ലാം സന്തോഷമാണ് എന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ എല്ലാ സന്തോഷമല്ല, അതിൽ കയ്പുകളുമുണ്ട്. കയ്പ് വരുമ്പോൾ സമൂഹം പ്രൊട്ടക്ട് ചെയ്യുമോ? ഈ സമൂഹം കൂടുതലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സന്തോഷമാണ്, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മുടെ റിലീജിയൻ പ്രൊമോട്ട് ചെയ്യുന്ന വെച്ചാൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് ലോങ് ടൈം ബെനിഫിറ്റ് ആണ് ആക്ച്വലി റിലീജിയസ് വാല്യൂസ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷെ സൊസൈറ്റി അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് കൂടുതലും അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ഇമ്പൾസീവ് ആയിട്ടുള്ള പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള റാഷണലി ലോജിക്കലായിട്ടുള്ള പോയിന്റ്സ് അവർക്ക് കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് ചർച്ചിൻ്റെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ പല ചർച്ചസും അവരെ അഡ്മിനിസ്ട്രേഷൻസ് കൂടുതൽ എലക്ട് ചെയ്യപ്പെടുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം വഴിയാണ്. പക്ഷെ അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഞാൻ വളരെ സ്കെപ്റ്റിക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ
ഡെമോക്രസി പലപ്പോഴും ജനങ്ങൾ പ്രോപ്പറായിട്ട് ഇൻഫോംഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അത് ഫങ്ഷനിങ് അല്ലാതെയായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ CSIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ ഡെമോക്രാറ്റിക്കലി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ നറുക്കിട്ടെടുക്കുക എന്നുള്ളത്. ഇപ്പം ഈ പറയുന്ന കറപ്ഷനുള്ള സാധ്യതകൾ വീണ്ടും കുറയുകയല്ലേ ചെയ്യുന്നത്. മറ്റത് ഈ ജനങ്ങളെ കുറേ ചാക്കിട്ട് പിടിക്കാനും കാശ് അനാവശ്യമായിട്ട് പമ്പ് ചെയ്യാനും ഇവരെ അധികാരം നിലനിർത്താനും വേണ്ടിയിട്ട് പല രീതിയിലും ഈ ഡെമോക്രാറ്റിക്കലി ഈ അഡ്മിനിസ്ട്രേഷൻ വരുന്ന ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കില്ലേ. അപ്പം ഒരു കുറെ കൂടെ കൾച്ചേർഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിബ്ലിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള വേ ഓഫ് എലക്ഷൻ എന്ന് പറയുന്നത് എലക്ഷൻ ബൈ ലോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡെമോക്രസി ഒരിക്കലും നമുക്ക് എന്താ പറയുക ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, അതായത് കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ എലക്ഷൻ ബൈ ലോട്ട് വിത്ത് നോട്ട അങ്ങനെ ഒരു പ്രൊവിഷൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ബൈ ചാൻസിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അതെന്തുകൊണ്ടായിരിക്കും ആക്ച്വലി നമ്മുടെ ചർച്ചസിൽ അത് ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകും. ഡെമോക്രസിയാണ് വലിയ സംഭവം ചർച്ചസിനകത്തെന്ന് പറയുന്നത് എനിക്കത് ഒരിക്കലും റാഷണലി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കമ്പയർഡ് ടു ഈ ലോട്ട് സിസ്റ്റമായിട്ട് നോക്കുമ്പോൾ. നമ്മളൊരു ചെറിയൊരു അതിനകത്ത് അഭിപ്രായം പറയാനുള്ളത്, നമ്മളൊരു ചെറിയ യൂണിറ്റ്, ഒരു ചെറിയൊരു 5, 10, 20 പേരുള്ള ഒരു യൂണിറ്റിനകത്ത് ഒരാളെ നറുക്കെടുപ്പിലൂടെ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡറായിട്ട് ഒരാൾ എടുക്കുന്നത് പോലെ നമുക്ക് സിമ്പിളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സഭ. കാരണം സഭ സമൂഹവുമായിട്ട് സഭയ്ക്ക് ബന്ധമുണ്ട്. സഭയുടെ ആനുകൂല്യങ്ങളായാലും സഭയുടെ സേവനങ്ങളായാലും സമൂഹമായിട്ട് ബന്ധമുണ്ട്. സഭകൾക്ക് സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളുടേതായ സ്ട്രക്ചറും അതിൻ്റെ ഡേ ടു ഡേ പ്രോസസ്സും ഉണ്ട്. എനിക്ക് ആ ചെയറിലിരിക്കണമെന്ന ആഗ്രഹത്തോടെ എനിക്ക് ആ ചെയറിലിരിക്കണം, എനിക്ക് ആ പൊസിഷൻ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ ഒത്തിരി എണ്ണം കാണും, ഒത്തിരി പേര് കാണും. ഒരുപക്ഷെ 10 പേരുള്ളൊരു സംഭവത്തിനകത്തല്ല സഭയുടെ കാര്യം ചിന്തിക്കപ്പെടുന്നത്, ഒത്തിരി പേര് കാണും. അതിനകത്ത് ഒരു വീക്ഷണവും ഇല്ലാതെ ഇപ്പോൾ എനിക്കത് നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ 100% പറയാണ്, നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. പക്ഷേ ആ ചെയറിൽ വന്നിരിക്കുന്ന വ്യക്തി എത്രമാത്രം ക്യാപ്പബിൾ ആണെന്ന് പറയാൻ പറ്റൂല. ഈ അതിലൊരു ദിവസമുണ്ട്, ഇലക്ഷനിലൂടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ കടന്നു വരുന്ന വ്യക്തി എല്ലാം തികഞ്ഞ വ്യക്തി എന്നുള്ളതല്ല, അയാൾക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. ആ സിസ്റ്റം അയാൾ ഇരിക്കുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സിസ്റ്റം അദ്ദേഹത്തിന് താഴോട്ടുണ്ടാവും. ജനാധിപത്യത്തിന് സ്ട്രക്ചറുണ്ട്. ഇപ്പോൾ CSI സഭയുടെ കാര്യം എടുത്താൽ മാത്രം അറിയാം, സഭയ്ക്കകത്ത് സ്ട്രക്ചറുണ്ട്, അല്പം കൂടെ ഡെവലപ്പായിട്ട് ഡിസ്ട്രിക്ട് സ്ട്രക്ചറുണ്ട്, ഒരു ഏരിയ ബേസിക് സ്ട്രക്ചറുണ്ട്, ദെൻ ഡയസ് സ്ട്രക്ചറുണ്ട്. ഈ 4 തലങ്ങളിലേക്കും ഒരു വ്യക്തി ഏറ്റവും ടോപ്പിലിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായ ഒരു റിലേഷൻ ഉണ്ട് സഭയിൽ. അതായത് ഒരു കേഡർ സിസ്റ്റം പോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ള. കേഡർ സിസ്റ്റം അല്ല, കേഡർ സഭയുടെ സിസ്റ്റം. സഭയ്ക്ക് ഒരു ഗ്രൂപ്പ്, അതായത് ഇപ്പം അശ്വിൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരാൾ ലീഡറായിട്ട് വരികയാണ്. അപ്പം ആ ലീഡറുടെ ഐഡിയാസും പോളിസീസും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കേഡറിലുള്ള താഴോട്ടുള്ളവരൊക്കെ വിചാരിച്ചാൽ വ്യക്തിയുടെ ഐഡിയാസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതല്ല. ആ ചെയറിൽ ഒരാൾക്ക് ഇരിക്കുമ്പോൾ അയാൾക്ക് സഭയ്ക്ക് ഇപ്പോൾ ശരിയായിക്കോട്ടെ, ഇപ്പോൾ ഇരിക്കുന്ന സെക്രട്ടറി ഈ ഇലക്ഷനിലൂടെ വരുന്ന വ്യക്തി 100% ശരി എന്നല്ല, 100% തെറ്റു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ വ്യക്തിക്ക് സഭയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് ഉണ്ടെന്നിരിക്കട്ടെ, ആ നല്ല കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം പേര് ശ്രേണി താഴോട്ട് കാണും. പക്ഷെ ഒരു ശ്രേണിയിലും ഇപ്പോൾ എന്ത് പറയാനായിട്ട് ഈ വ്യത്യസ്തമായ, അതായത് ഒരു സഭയെക്കുറിച്ച് ഒരു തരത്തിലെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഒരു സഭയിലിരിക്കുകയും അതിനോട് ഒരു സാമ്യമില്ലാത്ത കാഴ്ചപ്പാടുള്ള വ്യക്തികൾ 600 വ്യക്തികൾ സഭയിലുണ്ടെന്ന് കരുതിക്കോ, സഭ ഒരുമിച്ച് പോകില്ല. ഈ 600 വ്യക്തികൾക്കും ഉള്ള കാഴ്ചപ്പാടിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മറ്റൊരു വ്യക്തി ഏറ്റവും മുകളിൽ നറുക്കെടുപ്പിൽ എത്തിയെന്ന് വിചാരിച്ചോ, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല ഈ 600 കാഴ്ചപ്പാട്. അത് സഭയുടെ വളർച്ചയ്ക്ക് ഗുണകരമല്ല. പക്ഷേ സഭയ്ക്ക് സ്ഥാപനങ്ങളില്ല എന്നിരിക്കട്ടെ, സഭയ്ക്ക് സ്ഥാപനങ്ങളില്ല, സഭയ്ക്ക് മറ്റ് അവകാശങ്ങളൊന്നും തന്നെ ഇല്ല. വരുന്ന വ്യക്തി ആ ഒരു സ്വിച്ച് ഇട്ടതുപോലെ സിസ്റ്റത്തിനകത്ത് പോയാൽ മതി, മനസ്സിലായിക്കൊള്ളാം, എങ്കിൽ നറുക്കെടുപ്പ് കൊള്ളാം. പക്ഷെ ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാം? ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ CSI സഭയ്ക്ക് മാത്രം എടുത്തോ, CSI സഭയ്ക്ക് ഒരു സ്ഥാപനങ്ങളും ഇല്ലാന്ന് വെച്ചോ, ഒരു സ്ഥാപനങ്ങളും ഇല്ല, ഒരു സാമൂഹികമായ അവകാശങ്ങളും ഇല്ല. റിസർവേഷൻ ആയിക്കോട്ടെ, മറ്റ് സാമൂഹികമായിട്ടുള്ള, അതായത് സർക്കാരും
സൊസൈറ്റിയും സഭയുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചോ. അതിപ്പോൾ ഈ കൊച്ചുകുട്ടികൾക്ക് ഡേ കെയറുകളുണ്ട്, ഒത്തിരി ബാലികാ മന്ദിരങ്ങളുണ്ട്. ഇതൊക്കെ സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സഭയ്ക്കകത്തുള്ള സ്ഥാപനങ്ങളാണ്. ഇതൊന്നും ഇല്ലെന്ന് വെച്ചോ, ഒന്നുമില്ല. സഭയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും അതിൻ്റെ അകത്ത്. എന്തെന്ന സിസ്റ്റം? ആ സിസ്റ്റം മാറൂല. സഭയിൽ കാണിക്ക് വരുന്ന 100 രൂപ 10 രൂപ നിങ്ങൾ മഹാടയ്ക്ക് വരുന്നു. സഭ മഹാടയിൽ 10 രൂപ ആർക്ക് ചില 10 രൂപ 10 കൂടി മഹാടയ്ക്ക് 1000 രൂപ കിട്ടുന്നു. അതിൽ 600 രൂപ മഹായുടെ പോലെ സ്റ്റാഫിനും അവിടുത്തെ ആൾക്കാർക്കും ചിലവിനും മറ്റും വിനിയോഗിക്കാം. ബാക്കി 400 രൂപ ഇന്ന കാര്യത്തിൽ വിനിയോഗിക്കാം. സിസ്റ്റമാണ്, അതിനകത്ത് മാറ്റമില്ല. നറുക്കിട്ടള വന്നിരിക്കുന്നു, അയാൾ എന്താണ് ജോലി? ഒപ്പിടുന്നു. റബ്ബർ സ്റ്റാമ്പ് മാത്രമേ ഉള്ളൂ. ആ സഭയ്ക്ക് പുരോഗതിയില്ല. ചിലപ്പോൾ അധോഗതി സംഭവിക്കാം. പുരോഗതി ഇല്ല, ചിലപ്പോൾ അധോഗതി സംഭവിക്കാം. പക്ഷേ ഈ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തെ സഭ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് സഭയോടൊപ്പം ചേർന്ന് സാമൂഹികമായ ലിങ്ക് ചെയ്യപ്പെട്ട പ്രസ്ഥാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ, മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനത്തെ പോളിടെക്നിക്ക്, അല്ലെങ്കിൽ നഴ്സറികൾ, അല്ലെങ്കിൽ ഈ ബാലികാ മന്ദിരങ്ങൾ, ബാലന്മാരുടെ മന്ദിരങ്ങൾ, വയോജന മന്ദിരങ്ങൾ, മിഷൻ ഹോസ്പിറ്റൽസ്, ഇങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതായത് അശ്വിൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഒരാള് ഇൻകേപ്പബിൾ ആണെന്നാണോ? അതായത് ഇലക്ഷൻ ബൈ ലോട്ടായിട്ട് വരുമ്പോൾ ആ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും, അല്ലെങ്കിൽ ഒരു സൗത്ത് കേരള ഡയോസിന്റെ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ ബൈ ലോട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവര് ഇൻകപ്പാസിറ്റേറ്റ് അല്ലെങ്കിൽ ഇൻകേപ്പബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ ലോട്ടിട്ട് എടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉദാഹരണം ഒരു സിസ്റ്റം ഉള്ള സഭ എന്ന് പറയാം. അത് ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സഭയ്ക്ക് ഒത്തിരി സ്ഥാപനങ്ങളും. ഇത് ഉദാഹരണം നമ്മുടെ സഭ എടുക്കാം. ദക്ഷിണ കേരള മഹായിടവക എന്ന CSIയുടെ സഭയ്ക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് സഭ റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ഇത് സർക്കാരുമായിട്ട് ചേർത്ത് റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. നഴ്സറി സ്കൂളുകളുണ്ട്, ബാലികാ മന്ദിരങ്ങൾ, ബാലമന്ദിരങ്ങളുണ്ട്, വയോജന മന്ദിരങ്ങളുണ്ട്. ഇതെല്ലാം സമൂഹത്തിനകത്തുള്ള സ്ഥാപനങ്ങളാണ്. അതിനകത്ത് അതിനെ റൺ ചെയ്യുക, അതിനെ കൂടെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറഞ്ഞത് സഭയ്ക്കകത്തുള്ള സിസ്റ്റം പോലെയല്ല. പക്ഷെ മറിച്ച് ഇങ്ങനെ സമൂഹവുമായിട്ട് ഒരു സഭയ്ക്ക് ബന്ധപ്പെടുന്ന ഒന്നുമില്ലെന്ന് കരുതിക്കോ. അങ്ങനെ സഭകൾ പലതും ഉണ്ട്. അവർക്ക് ഒരു നഴ്സറി സ്കൂൾ പോലും ഇല്ല. തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അവർ മോശമെന്നൊന്നും പറയണമല്ല. നഴ്സറി സ്കൂൾ പോലും ഇല്ല. അവർക്ക് എന്ത് ചെയ്താൽ മതി? അവരിൽ വിരലിലുണ്ടാവുന്ന 10-9 സഭകൾ കാണും. ആ സഭകളിൽ വരുന്ന ഒരാഴ്ച ഓരോ സഭകൾ 1000 രൂപ കാണിക്ക് വരുന്നു. 100 രൂപ വെച്ച് അവർ അതിന് മുകളിൽ തരത്തിലേക്ക് കാശ് കൊടുക്കുന്നു. മുകളിൽ 10000 രൂപ വരുന്നു. ആ 10000 രൂപയിൽ നിന്നും 5000 രൂപ 10000 രൂപ 5000 രൂപ എടുത്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ബാക്കി വരുന്ന 4000 രൂപ 5000 രൂപ എടുത്ത് ആ സഭ അത് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും മറ്റെന്തെങ്കിലും ക്രമീകരണം വിനിയോഗിക്കുന്നു. ആ സിസ്റ്റമാണ് സിസ്റ്റം. അവിടെ ഒരു വ്യക്തി ഏറ്റവും മുകളിലെ ചെയറിൽ വന്ന് ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അയാൾക്കൊന്നും തീരുമാനിക്കാൻ ഒന്നുമില്ല. അവിടെ കാലങ്ങളായിട്ട് നടന്ന സംഭവം അതുപോലെ നടക്കും. അതിനകത്ത് ആർക്ക് വേണോ വന്നിരിക്കാം. ഒരാൾ സ്വിച്ച് ഇടുന്നത് പോലെയുള്ളൂ. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണോ വന്ന് എന്ത് ചെയ്യാം, സ്വിച്ച് ഇടാം. അതുപോലെ സിസ്റ്റമുള്ള സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ ഒരിക്കലും വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് സ്വിച്ച് ഇട്ടാൽ മാത്രം നടത്താൻ പറ്റാത്ത സിസ്റ്റം ഉണ്ട്. പോളിസി ഡിസിഷൻ അതായത് സമൂഹത്തിനകത്ത് രാഷ്ട്രീയമായിട്ട്, സാമൂഹികമായിട്ട്, സാമ്പത്തികമായിട്ട്, സാംസ്കാരികമായിട്ട് വരുന്ന മാറ്റങ്ങളെ സഭയെ അഫക്റ്റ് ചെയ്യാതെ നിയന്ത്രിക്കാനുള്ള ക്യാപ്പബിലിറ്റി കൂടെ വേണം ഈ ചെയറിലിരിക്കുന്ന വ്യക്തിക്ക്. അത് ഒരിക്കലും ഒരു ലോട്ടറി ഇടുന്ന വ്യക്തിക്ക് ഉണ്ടാവണമെന്ന് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു നറുക്കെടുപ്പ്. പക്ഷെ അത് രണ്ടും തമ്മിൽ എങ്ങനെയാ വ്യത്യസ്തമായിട്ട് നമുക്കിപ്പം ബൈ ഇലക്ഷൻ ആവുമ്പോൾ ഈ ക്രൈറ്റീരിയ ഉള്ള ആളിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സഭ സ്ഥാപനവൽക്കരിക്കപ്പെടുക കൂടെ ചെയ്തിരിക്കുകയാണ്. ആ അവസരത്തില് റിയാലിറ്റി അത് നമുക്ക് CS മെഡിക്കൽ കോളേജ് ഉണ്ട്, നമുക്കത് പൊളിച്ചു കളയാൻ പറ്റൂല. സ്കൂളുകളുണ്ട്, എല്ലാം പൂട്ടിക്കളയാൻ പറ്റൂല. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തി സഭയുടെ അടിസ്ഥാന ഘടകം എന്ത് എന്നുള്ളത് മുതൽ, ഒരു സാധാരണ CSL വിശ്വാസി എന്നുള്ളത് മുതൽ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കാലങ്ങളോളം ആ സഭയുടെ എല്ലാ പ്രക്രിയകളിലും, ഒരു സംഘടനയുടെ പ്രക്രിയകളിലൂടെ, ഡിസ്ട്രിക്റ്റിന്റെ പ്രക്രിയയിലൂടെ, ഏരിയയുടെ പ്രവർത്തനങ്ങളിലൂടെ, മഹായിടവയുടെ സ്ഥാനങ്ങളിലൂടെ വല്ലപ്പോഴും വരെയും പോയി ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ, കാഴ്ചപ്പാടിൽ, ബന്ധങ്ങളിൽ ഈ സഭ മുഴുവനുണ്ട്. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം?
തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യപരമായിട്ട് വരികയാണെങ്കിൽ. പക്ഷെ അവിടെയും ഈ ചോയ്സ് അല്ലെങ്കിൽ സെലക്ഷൻ ആണല്ലോ. ഇപ്പൊ ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരാളിന്റെ ക്രൈറ്റീരിയ ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കൊടുത്താൽ പോരെ. അത് ഏതിലാണെങ്കിൽ സെയിം എഫക്റ്റില്. ഈ ചൂസ് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ ഡിഫറെന്റ് ഒപ്പീനിയൻ പറഞ്ഞത്. ഇപ്പം ആളിന് ഇത്രയും ക്വാളിറ്റീസ് വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കതിനകത്ത് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ ചൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും അത് ജനറൽ പബ്ലിക്കിന് വിടുമ്പോൾ അതിന് തെറ്റില്ല. നമ്മൾ അശ്വിൻ പറഞ്ഞ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ജനങ്ങൾ പ്രോപ്പർലി ഇൻഫോംഡും അല്ല, എഡ്യൂക്കേറ്റഡും അല്ല, പ്രോൺ ടു കറപ്ഷനുമാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ആൾക്കാർ പെട്ടെന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം, മറ്റവനെ തട്ടി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പിന്നെ മത്സരിക്കുന്ന ആൾക്കാർ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്ത് ഫാൾസ് ആയിട്ടുള്ള ഹോപ്പും പ്രോമിസസും കൊടുത്തിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് ഇലക്ഷൻ നേടുന്നതിനേക്കാൾ ഒരു ജനറൽ ക്രൈറ്റീരിയ വയ്ക്കുക. അതിപ്പോൾ ഏതിനാണെങ്കിലും ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെങ്കിലും അവർക്കും ഒരു ക്രൈറ്റീരിയ വേണം. ഇന്ന പോസ്റ്റിൽ മത്സരിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ, അത് ഏത് അറ്റം വരെ വേണമെങ്കിലും പോവാം. കാരണം ഒരു ജനറൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ല, ആർക്ക് വേണമെങ്കിലും ആ ക്രൈറ്റീരിയ കടന്നു പോകുന്നവർക്ക് ഇതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വിത്ത് നോട്ട കൊടുത്ത് ഇപ്പം നൺ ഓഫ് ദേവോ ഇപ്പം 5 പേര് അതിനകത്ത് ട്രൈ ചെയ്യുകയാണ്, 5 പേര് എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ നോട്ടയ്ക്ക് സപ്പോസ് ടു ബി അതിന് ചൂസ് ചെയ്യപ്പെടാമല്ലോ. ഇപ്പം വിൽ ഓഫ് ദ ഗോഡ് എന്ന് പറയുന്നത് അങ്ങനെ ചൂസ് ചെയ്യപ്പെടാമല്ലോ. ഇപ്പം ഞാൻ പറയാനുള്ളൊരു കാര്യം, ഇപ്പം ബൈബിളിൽ നോക്കുമ്പം ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേലിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പം അത്ര മോറൽ ആയിട്ടുള്ള ലൈഫ് അല്ല. ഈ ഊരിയ ഭാര്യ എടുക്കുന്നു. പക്ഷെ ദൈവം ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മേജർ ആയിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ദാവീദിനെ കാണുന്നത്. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ നോക്കുമ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ്, പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ് അത്ര നല്ലതായിട്ടല്ല നമ്മൾ ഹിസ്റ്ററിയിൽ കാണുന്നത്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കറേജിയസ് ആയിട്ടുള്ള വിഷണറി ആയിട്ടുള്ള പല ഡിസിഷനും എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കാണുന്ന രീതിയിലായിരിക്കില്ല ആക്ച്വലി ദൈവം കാണുന്നത്. അപ്പം കറപ്ഷൻ മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ വിത്ത് നോട്ടയിൽ ഈ അശ്വിൻ പറഞ്ഞ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും വച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡെമോക്രാറ്റിക്കലി ഇലക്ഷനേക്കാളും ഒരു പടി മുന്നിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഔട്ട്കം എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിതിൻ പറഞ്ഞു വരുന്നത് എല്ലാ സഭകളിലും ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ വച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യണം. അതിനകത്തുനിന്ന് നോട്ടിട്ട് ഒരാൾ വരണം. ഇപ്പൊ ക്രൈറ്റീരിയ വേണം, അല്ലാതെ ഈ പറഞ്ഞ വഴിയെ പോകുന്നവർക്കൊക്കെ കയറി കോണ്ടസ്റ്റ് ചെയ്യുക 1000 പേര്. അപ്പോൾ ഏറ്റവും മുകളിൽ ചേറിയുന്ന വ്യക്തി ഡിസൈഡ് ചെയ്യുന്ന കാര്യം ഏറ്റവും താഴത്തെ യൂണിറ്റുള്ള വ്യക്തി അനുസരിക്കും വേണം. എങ്ങനെ അല്ല, അതാണല്ലോ ഇപ്പോഴും അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ആക്ച്വലി. ഇപ്പം നമ്മളുടെ ഡെമോക്രാറ്റിക് ബന്ധമുണ്ട്. ഇപ്പോൾ 600 സഭകളുണ്ട്, 600 സഭകളുണ്ട്. 600 സഭകളിൽ ഇതുപോലെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള വ്യക്തികൾ 600 സഭകളും വന്നിട്ടുണ്ട്. ഈ 600 സഭകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, ഇതേ ക്വാളിറ്റിയുള്ള വ്യക്തി മുകളിലിരിക്കുകയാണ്. അയാൾ പറയണം നമ്മുടെ ഇന്ന സ്ഥാപനത്തിൻ്റെ ഇത്തരത്തിലുള്ള അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഈ രീതി ചെയ്യണം. താഴോട്ടുള്ള വ്യക്തികൾ അതേ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഭൂരിപക്ഷം ഉണ്ടാവുമോ താഴോട്ട്? അത് ഒത്തിരി സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ സിമ്പിൾ മെജോറിറ്റി ആണല്ലോ ആക്ച്വലി എടുക്കുന്നത്. അതായത് ഇപ്പം 100 പേരുണ്ടെങ്കിൽ 51 പേരാണല്ലോ ആക്ച്വലി എടുക്കുന്ന ആളാണ്. പക്ഷെ ഈ 49 ഇപ്പം 100 ചർച്ചസ് ഉണ്ടെങ്കിൽ 51 ചർച്ചസ് ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ 49 ചർച്ചസ് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുക. അതോടൊപ്പം തന്നെ ഈ 51 ചർച്ചസിലും ഈ എലക്റ്റഡ് ആവാത്ത ഒരു ഫാക്ഷൻ ഉണ്ടാവും. അവർ ഇതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കും. അത് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന വ്യക്തിക്ക് 51 കയ്യിലുള്ളൂ, 49 അപ്പുറത്താണ്. നോട്ടിലൂടെ വരുന്ന വ്യക്തിക്ക് 51 കയ്യിലുണ്ടാവും. അല്ല, അവർ ആ ഒരു പ്രോസസ് അല്ലേ ആക്ച്വലി. ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ ഈ ബാക്കിയുള്ള താഴെയുള്ള ഇത്രയും പേരുടെ ഭൂരിപക്ഷത്തിന് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. 51 സാറ്റിസ്ഫൈ ചെയ്യുമോ?
ഇപ്പം ഈ 100 പേരില്ല, ഇപ്പൊ 100 പേര് 51 ആക്ച്വലി അവിടെ 100 പേരാണ് വരുന്നത്. അതാണ് പറയുന്നത്. അതിൽ 51 പേരെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുമോ? അപ്പൊ ഇത് ക്രൈറ്റീരിയ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ ഇൻകപ്പാസിറ്റിയാണ്. അത് മുകളിൽ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ അതോറിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവർ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗം അല്ലാതായി മാറുക അല്ലേ. ഇപ്പൊ നമ്മുടെ ഡെമോക്രാറ്റിക് ഇലക്ട്രിക് സിസ്റ്റം ആണെങ്കിലും ഈ 49 പേരിൽ അല്ലെങ്കിൽ മൈനോറിറ്റി ഉള്ള അവര് 5 സഭകളിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ അവരെ ചർച്ചയിൽ നിന്ന് പുറത്താക്കുക, പല ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക. അത് ഓൾറെഡി രണ്ട് സൈഡും ഒരുപോലെയാണെന്നാണ് അതിനകത്ത് ജസ്റ്റ് ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. അങ്ങനെയല്ല, ഇപ്പോൾ അവർ ചർച്ചയിൽ നിന്ന് പുറത്താക്കാം, ആ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്താം, ആ പോസ്റ്റിൽ ഞാനും അങ്ങനെ ആ പോസ്റ്റിൽ നിങ്ങൾ മാറ്റി അടുത്താൾ വരട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു സഭയുടെ സാമ്പത്തികമായ കാര്യം ഇതുപോലെ ചെയ്യണം, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നൊരു ഓർഡർ മുകളിൽ നിന്ന് വരുമെന്ന് വെച്ചോ, സാമ്പത്തികമായിട്ടുള്ള കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചോ, ഒരു സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മുഖത്തിലായിരിക്കൂല അതേ സാമ്പത്തിക അച്ചടക്കം മറ്റൊരു സഭയ്ക്ക്. ആ സഭ പറയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കല്ലേ വോയിസ് ഉള്ളൂ, അയാൾ പറയും. ആ സഭ അല്ലെങ്കിൽ അത് ഒരു ഉദാഹരണം. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് മാറ്റേണ്ടി വരും. ഒരു സഭയുടെ ഒരു പുരോഹിതൻ്റെ ഒരു നിയമം സംബന്ധിച്ച ഒരു കാര്യം താഴോട്ട് പാസ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ അത്തരത്തിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഓർഡർ കൊടുക്കാനായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് സഭയ്ക്കകത്തില്ല എന്ന് സഭയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷെ മുകളിൽ ബോധ്യം ഉണ്ടാവില്ല. അവർ ജനറലൈസ് ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷെ അന്ന് ആ സഭയ്ക്ക് അപ്പോഴത് ഭൂഷണമല്ല, സഭയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. കാര്യം മുകളിലത്തുള്ള ആളുടെ യാതൊരു ബന്ധവും ഇയാൾക്കില്ല. ഇയാൾ സഭയെ മാത്രമാണ് നോക്കണത്. പക്ഷേ ജനാധിപത്യത്തിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, മുകളിലുള്ള ഒരാൾ തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ അതേ വീക്ഷണത്തിൽ താഴോട്ട് നോക്കാനും പറ്റും. പക്ഷെ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ലല്ലോ, സെയിം എഫക്റ്റ് അല്ലേ വരുന്നതെന്നുള്ളത്. അതായത് ഇപ്പൊ മുകളിൽ നിന്ന് ഒരു ഓർഡർ കൊടുത്തു, ഡിഫറന്റ് ആയിട്ടുള്ള ആളാണ് താഴെ ഇരിക്കണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യൂല. ഇംപ്ലിമെന്റ് ചെയ്യാത്ത അവസരത്തിൽ നേരത്തെ ആണെങ്കിൽ ലോട്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ മാറ്റി അടുത്ത ആൾ വരും, അരിഷ്ടാവസ്ഥ കൂടും. ഇവിടെ എന്ത് സംഭവിക്കും? ഇംപ്ലിമെന്റ് ചെയ്യൂല, പക്ഷെ സിസ്റ്റം അതുപോലെ അവിടെ കിടപ്പുണ്ടാവും. ഒരു അരിഷ്ടാവസ്ഥ ഉണ്ടാവില്ല അവിടെ, ഇംപ്ലിമെന്റ് ചെയ്തില്ല. പക്ഷെ സഭ അപ്പോഴും ആ ഫുൾ കോറത്തിലൂടെ ഉണ്ടാവും. പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നില്ലല്ലോ ആക്ച്വലി. അല്ല, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അവസ്ഥ. ആ സഭയുടെ ഇപ്പൊ തന്നെ ദക്ഷിണ കേരള മഹഡിൽ 1.5 വർഷത്തോളം സഭ പൂട്ടിയിട്ടുണ്ട്. സഭ അടഞ്ഞു കിടന്നിട്ട് സഭ തുറന്ന് ഓപ്പൺ ആയപ്പോഴത്തേക്ക് എല്ലാ 4 വശത്തുനിന്നും സഭ എന്ത് ചെയ്തു? പെട്ടെന്ന് ജോയിന്റ് ആയി സിസ്റ്റത്തിലോട്ട് കടന്നു വരികയാണ്. ആ കാലഘട്ടമാണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് സഭ അതാത് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? CSC സഭ സംബന്ധിച്ചിടത്തോളം സഭ അവിടെ വെയിറ്റ് ചെയ്യും. അതാത് സഭകൾ അതാത് കോറായിട്ട് സഭ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരിക്കലും ഈ ലോട്ടിലോട്ട് ഞാൻ തെറ്റോ എന്നുള്ളതല്ല, ഈ സമൂഹവുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത സ്ഥലത്ത് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഇരട്ടച്ചങ്കുള്ള ലീഡറിനല്ല വേണ്ടത്. അത് ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ലോട്ട് എന്നുള്ള ഉത്തരമല്ല, മറിച്ച് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിന്റെ സഭ സാമൂഹികമായിട്ട് ഇത്രമാത്രം പ്രബലമായ സഭയാണ്, നിന്റെ സഭ സാമ്പത്തികമായിട്ട് ഇത്ര വലിയ സഭയാണ്. ആ സഭയെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ളവൻ ഇരട്ടച്ചങ്കുള്ള വ്യക്തി അല്ല, പക്ഷെ ദൈവഭയമുള്ളവനായിരിക്കണം. തീർച്ചയായും. നീ അത് നിന്റെ സഭയിലായും ചിന്തിച്ചു നോക്ക്. നിന്റെ സഭയിൽ നീ വോട്ടിട്ട് അയക്കുന്ന വ്യക്തി ദൈവഭയമുള്ളവനാണോ ഇരട്ടച്ചങ്കനാണോ? ദൈവഭയമുള്ളവൻ അയക്കുന്നതൊക്കെ പറ്റുമോ എന്ന് ജനത്തിനെ ഗ്രാജുവലി എഡ്യൂക്കേറ്റ് ചെയ്താൽ ഒരു സഭയ്ക്കകത്തുനിന്ന് ഒരു നോബിൾ പേഴ്സൺ എഴുന്നേക്കും. അത് കാലങ്ങൾ എടുക്കുമായിരിക്കും. കാര്യം ഇത് നല്ല സമയമാണ്. സഭ വീണു, സഭ വളരെ ഉയരത്തിൽ നിന്ന് വീണതാണ്. വളരെ ഉയരത്തിൽ നിന്ന് സഭ വീണ് കിടക്കുകയാണ്, എഴുന്നേറ്റിട്ടില്ല. ഈ സമയത്ത് ജനം എന്ത് ചെയ്യണം? ജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ അടുത്ത ഡിസിഷൻ അത് ഒരു നേതാവിന് വേണ്ടി ആവരുത്, ഒരു സർവന്റിന് വേണ്ടി ആയിരിക്കണം. പക്ഷെ പബ്ലിക് എപ്പോഴും എന്താ പറയുക, ബേസിക്കലി ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് ഗുഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഗുഡ് ആവുന്നത് ദൈവവിശ്വാസം നമുക്കുള്ളത് കൊണ്ടായിരിക്കാം, പോലീസ് നമ്മളെ ശിക്ഷിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം ബേസിക്കലി ഗുഡ് അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളെ എത്രത്തോളം എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അവർക്ക് പെട്ടെന്ന് വളഞ്ഞ വഴി. ഇപ്പം നമ്മൾ ICUയിൽ ഒരു പേഷ്യന്റിനെ കിടക്കുകയാണ്, കാണാൻ പാടില്ല, അതൊരു റിസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. പക്ഷെ ആരെ കാല് പിടിച്ചാൽ നമുക്ക് അവിടെ കയറാമെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സിസ്റ്റത്തില് നമ്മളുടെ നാട്ടിൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു. കാലങ്ങളായിട്ട് അടികിട്ടി കിടക്കുന്ന ഒരാൾ, കിടക്കുന്ന ഒരു വ്യക്തി അടികിട്ടാൻ വേണ്ടി മാത്രമായിട്ട് തന്റെ ജീവിതം പിന്നെ മാറ്റി വയ്ക്കൂല. അവന്റെ അടുത്ത തലമുറ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യപ്പെടും. ലോക ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏത് ഇൻസിഡന്റും എടുത്താലും ശരി തന്നെ സംഭവിച്ചിട്ടുണ്ട്.
ചരിത്രത്തിനകത്ത് ഇപ്പോൾ 70കളിൽ നമുക്ക് പഴയ പെർഷ്യ അറിയാം. പഴയ പെർഷ്യ ഇന്നത്തെ ഇറാൻ എന്തുമാത്രം വാല്യൂസ് ഉള്ളൊരു രാജ്യമായിരുന്നു, പ്രതാപ കാലഘട്ടമായിരുന്നു. ആ പ്രതാപ കാലഘട്ടത്തിൽ നിന്ന് ഒരു വലിയ വീഴ്ചയാണ് ഇറാൻ എന്ന പേരും അവിടെ വന്ന മാറ്റവും. ഈ ഇറാൻ തിരിച്ച് ആ പ്രതാപകാലത്തിലേക്ക് പോകില്ലെന്നാണ് ചിന്തിക്കുന്നത്? അല്ല, തിരിച്ചു പോകോടെ ഉണ്ടാവും. അത് തിരിച്ചു അത് നമ്മളിപ്പോൾ ഇറാനെ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ചർച്ച നോക്കിയാൽ മതി. സഭയ്ക്ക് ഇന്ന് ലഭിച്ച സഭയുടെ ഇരുണ്ട കാലഘട്ടം എന്ന് വേണം പറയാൻ. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് സഭ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അറിയാം, ഒത്തിരി സ്ഥലങ്ങളിൽ അവർ ഒരു ലീഡറിനെ ബേസ് ചെയ്തല്ല എഴുന്നേൽക്കുന്നത്. സഭയ്ക്കൊരു സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കണം, വാല്യൂസിലാണ് പോണത്. എപ്പോഴും സംഭവിക്കുന്നതാണ് ഈ റിലീജിയസ് ആയിട്ട് ഉള്ള ഐഡിയയിലേക്ക് അല്ലെങ്കിൽ ഐഡിയ ഓഫ് ഗോഡിലേക്ക് ആൾക്കാർ അട്രാക്റ്റഡ് ആവാത്തതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഈ റിലീജിയസ് ലീഡേഴ്സാണ്. അല്ലെങ്കിൽ അച്ഛന്മാരും ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഹെഡുമാരും സെക്രട്ടറിമാരും അവരൊക്കെയാണ്. അവര് ദൈവത്തെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ യങ്സ്റ്റേഴ്സ് കാണുന്നത് മുഴുവനും അതാണ്. അപ്പൊ അവരുടെ ഒരു ഹീറോയിസം കൂട്ടുക എന്നുള്ളത് ഇന്നത്തെ യങ്ങർ ജനറേഷൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ഹീറോയിസം കൂട്ടാനും അവരെ പിറകെ നടന്ന് ജയ് വിളിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ മേജർലി അറ്റ്ലീസ്റ്റ് ക്രിട്ടിക്കലി അല്ലെങ്കിൽ പ്രോപ്പർലി തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പണ്ട് പറയുന്നത് പോലെ ഉടനെ തന്നെ കേട്ട് അവരെ പിറകെ നടക്കുന്ന ഒരു ജനറേഷൻ അല്ല നമ്മുടെ കുറഞ്ഞു വരികയാണ്. അത് തീർച്ചയായിട്ടും ഹോപ്പ് തന്നെയാണ്. അത് ഹോപ്പ്, എണ്ണം കുറവായിരിക്കും, ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ പക്ഷെ അവിടെ ചർച്ച അതിൻ്റെതായിട്ടുള്ള വാല്യൂ യൂസ് ചെയ്താലേ വരുള്ളൂ. ഇപ്പം ഈ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു നീഡ് അവിടെ കിടപ്പുണ്ട്. ആ നീഡിനെ പ്രോപ്പർലി അഡ്രസ് ചെയ്യുകയും യങ്ങർ ജനറേഷനെ ചാനലൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു വളർച്ച ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ടോട്ടലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. കാരണം ഈ വാല്യൂ ആരും ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമുക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോലെ ഇത്തരം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രത്യേകിച്ച് റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസും ഐഡിയ ഓഫ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ട് യങ്ങർ ജനറേഷൻ ദൈവത്തിലേക്ക് അട്രാക്റ്റഡ് ആവാത്തതിനുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഡിസ്കഷനോ കോൺവെർസേഷനോ പോലും നമുക്ക് പലപ്പോഴും ഒരിടവും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് കൂടുതലായിട്ട് ആ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് വ്യക്തി അല്ലെങ്കിൽ ചർച്ച് ലീഡർ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറി ആ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസിലേക്കും ഐഡിയ ഓഫ് ഗോഡിലേക്കും വന്നാൽ മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ചർച്ച് ലീഡേഴ്സും ശ്രമിച്ചാൽ മാത്രമേ യങ്ങർ ജനറേഷനെ കുറെ കൂടെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അതല്ലാതെ അവരിലേക്ക് അട്രാക്ട് ചെയ്യുകയും ഈ സ്ഥാപനങ്ങൾ വളർത്താനും വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു പോക്ക് പോലെയാണ്. പലരും പബ്ലിക്കായിട്ട് പറയുന്നില്ല എങ്കിലും അവരുടെ ഒരു പബ്ലിസിറ്റിയാണ് പലരും നോക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ അവർ പറയുന്ന വാല്യൂസ് കുറെ കൂടെ മെച്ചപ്പെടണമെന്നോ അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവണോ എന്നുള്ളതിനേക്കാളുപരി അവരുടെ ഒരു പബ്ലിസിറ്റിയും സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫിഗറും കൂടുതലായിട്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇപ്പം ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കറക്റ്റീവായിട്ടുള്ള ഫോഴ്സിന് ആരും ഇഷ്ടപ്പെടില്ല. ഇപ്പം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് പാരന്റിങ് ചെയ്യുന്ന പാരൻസിനെ കുട്ടികൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അവർ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം യേശു കർത്താവിന് സംഭവിച്ചതാണ്. ജനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ജനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരീശന്മാര് യേശു കർത്താവിന്റെ ശത്രുവായി മാറുകയാണ്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹയർ വാല്യൂസിന് വേണ്ടി നിൽക്കുന്നത് അത് തന്നെ നമ്മളെ തിരിച്ച് ത്രെട്ട് ചെയ്ത് വരും. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചങ്കുറപ്പാണ് ആക്ച്വലി എന്താ പറയുക നമ്മുടെ ഇന്നത്തെ പുരോഹിതന്മാർക്ക് വേണ്ടുന്നത്. അതില്ലാതെയാണ് പലപ്പോഴും ഒരു എന്താ പറയുക ഇപ്പം ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ലാത്ത ഒരവസ്ഥയിലാണ് പലപ്പോഴും നമ്മുടെ ചർച്ചിലെ മെമ്പേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന ലീഡേഴ്സ് ആണെങ്കിലും പോകുന്നത്. അത് ചർച്ചിനെ വളരെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൂക്ക് വോം ക്രിസ്ത്യൻ എന്ന് പറയുന്ന പോലെ മിതോഷ്ണവാനായിട്ട് ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല അവിടെയല്ല ഇവിടെ അല്ലാത്തൊരവസ്ഥയിൽ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം. ഇപ്പം പ്രത്യേകിച്ച് ഈ ജെൻസി അതായത് AD 2000 ശേഷം ജനിച്ച കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിലൊരു അഡ്വക്കേറ്റ്സ് അവർക്ക് അതിനകത്ത് ദൈവത്തിലൊരു വിശ്വാസമില്ല. ദൈവം നല്ല എനർജറ്റിക് ആണ്, ആഘോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇത് ആഘോഷിച്ച് പോകുന്നെങ്കിലേ അവര് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ പലപ്പോഴും.
അവർ സഭയിൽ നിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ആ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നില്ലായിരിക്കാം. അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കാര്യം ഇന്ന് യുവാക്കൾക്ക് 10 വർഷം മുമ്പുള്ള യുവാക്കൾക്ക് ലഭ്യമായ മുഖങ്ങളല്ല ഇന്നത്തെ മുഖങ്ങൾ. പണ്ട് നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് പോയി പഠിക്കുന്നു, ഹയർ സ്റ്റഡീസ് എറണാകുളത്ത് പോയി പഠിക്കുന്നു, ചിലർ ചുരുക്കം ചെന്നൈയിലും ബാംഗ്ലൂരും പോകുന്നു, അതിനേക്കാൾ ചുരുക്കം ഡൽഹിയിൽ പോകുന്നു. ഇന്ന് +2 കഴിയുന്നു, എത്രയും പെട്ടെന്ന് UK പോകുന്നു, ജർമ്മനിയിലേക്ക് പോകുന്നു, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സാമൂഹികമായിട്ട് മതപരം എന്നുള്ള സെക്കൻഡാണ് അതിനകത്ത്. സാമൂഹികമായിട്ട് അവർ സുരക്ഷിതരല്ല എന്നൊരു ഫീല് വരും. സഭയ്ക്ക് സാമൂഹികമായിട്ടുള്ള ആനുകൂല്യം സഭയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. സാമൂഹികമായിട്ട് സുരക്ഷിതരല്ലാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പറ്റിയ ഒരു സാമൂഹികമായ ചുറ്റുപാട് നമ്മുടെ സമൂഹം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു വികസിത രാജ്യത്തിൽ ലഭ്യമാകുന്ന ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള സാധ്യതകൾ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ട്രഡീഷണലി പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഈ നിമിഷവും സഭയ്ക്കകത്തായാലും ശരി, ആരാധന ട്രഡീഷണൽ ലെവലിലാണ്. ഒരു സമൂഹത്തിന് വന്ന മാറ്റം അനുസരിച്ച് സഭയുടെ ആരാധനയും ദൈവത്തിന് മാറ്റാൻ പറ്റില്ല, വിശ്വാസം മാറ്റാൻ പറ്റും. പക്ഷേ ആരാധനയ്ക്കകത്ത് അത്രയും വ്യത്യസ്തത കൊണ്ടുവന്ന് അവരെ കൂടെ സമൂഹത്തിന് വ്യത്യസ്തതയിൽ നിൽക്കുന്ന യുവാക്കളെ അതുപോലെ ഈ വിശ്വാസത്തിനകത്തും നമുക്ക് വളരെ വ്യത്യസ്തതകളുണ്ട്, അല്ലെങ്കിൽ അത്ര വ്യത്യസ്തതയോടെ നമുക്ക് ഇതിനെയും കാണാൻ പറ്റുമെന്ന് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം മാറുക എന്നല്ല, അതിനെ വ്യത്യസ്തമായ പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റണം. അതായത് മെയിനായിട്ടും റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ദൈവത്തിലേക്കുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വെഹിക്കിൾ എന്ന് പറയുന്നത് റീസൺ ആയിരിക്കണം, അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള അപ്പീസ്മെന്റുകളാവരുത്. പലപ്പോഴും നമ്മുടെ ചർച്ച് അങ്ങനെ ആയിപ്പോകുന്നത് ഈ റീസൺ അല്ല, റാഷണാലിറ്റി അല്ല, ലോജിക് അല്ല. ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കുക, ഇപ്പം എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? റാഷണൽ ആയിട്ടുള്ള ധാരാളം റീസൺസ് ഉണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ ഒരു എന്താ പറയുക, നമ്മളൊരു തോന്നൽ മാത്രമല്ല ദൈവം എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പൊ അത് ബേസ്ഡ് ഓൺ റീസൺ നമ്മൾ യങ്ങർ ജനറേഷനെ പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. കാരണം ദൈവം ഇല്ല എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റീസൺ അവർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പല രീതിയിലും ദൈവം ഇല്ല എന്ന് സൊസൈറ്റി പഠിപ്പിക്കുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, കോളേജുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ നമുക്ക് ലൈഫ് സമൂഹം പണ്ടത്തെ യുവാക്കളെ സമൂഹം ട്രീറ്റ് ചെയ്തതിന്റെ കാട്ടിലും അഡ്വാൻസ്ഡ് ട്രീറ്റിംഗ് സിസ്റ്റം സമൂഹം ഇന്ന് കൊടുക്കുന്നുണ്ട് യുവാക്കൾക്ക്. പക്ഷേ പണ്ടത്തെ യുവാക്കളെ സൊസൈറ്റി ട്രീറ്റ് ചെയ്തപ്പോൾ അതിനേക്കാൾ മെച്ചമായ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതിനേക്കാൾ നന്നായിട്ട് നിന്നെ ട്രീറ്റ് ചെയ്യാൻ സഭയ്ക്ക് കഴിയുമെന്ന് സഭയ്ക്ക് കാണിച്ചു വെക്കാൻ പറ്റുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ പുരോഹിതന്മാർക്ക് ഇവിടെ വന്നില്ല, ഇത് അനുസരിച്ച് എന്ന് പറയാനുള്ള ഒരു ഫ്രീഡവും അവരുടെ വ്യക്തി ജീവിതത്തിനകത്ത് അങ്ങനെയുള്ളൊരു ക്വാളിറ്റീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമൂഹം അതിനേക്കാൾ അപ്ഗ്രേഡ് ഒത്തിരി സാധ്യതകൾ യുവാക്കൾക്ക് തുറന്ന് കാണിക്കുമ്പോൾ അതിനേക്കാൾ മെച്ചമായത് ഇവിടെ ഉണ്ടെങ്കിലും അതുപോലെ സമൂഹം നൽകുന്ന എന്ത് മികച്ച ആശയമായിക്കോട്ടെ, അതിനേക്കാളൊക്കെ ഉപരിയായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സാധ്യതകളും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും ഈ സഭയിൽ നിന്ന്. അതുപോലെ എടുത്ത് കൊടുക്കാനായിട്ട് സഭ കഴിയുന്നില്ല. സഭ അത്രേ കുറ്റം പറയാൻ പറ്റും, നമുക്ക് യുവാക്കളെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും. അവർ സമൂഹത്തിനകത്ത് കാണുന്ന ഒരു പ്രത്യേക വസ്തുതയെ ശരിയെന്ന് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു ഇതിനേക്കാളും വലിയ ശരി എൻ്റെ സഭയിലുണ്ട്, അവിടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും വലുതാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചു വരുന്ന വ്യക്തിക്ക് പോലും വരുമ്പോഴത്തേക്ക് അതിനേക്കാളും പൊള്ളയാണ്. അതെ, യുവാക്കളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം യുവാക്കള് പറയുന്നത്, അവരെ മുതിർന്ന ആൾക്കാർ പറയുന്നതാണ് യുവാക്കൾ കേൾക്കുന്നത്. അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ പള്ളിയിലെ അച്ഛന്മാരും പറയുന്നതാണ് അവർ കേട്ട് വളരുന്നത്. അല്ലാതെ അവര് പുതിയ ആശയമായിട്ടല്ല വരുന്നത്. അതിനെ ചർച്ച ചെയ്തിട്ടാണ് പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സും ചർച്ച് ലീഡേഴ്സും തന്നെയാണ്. അപ്പൊ അവരെ ഡയറക്റ്റായിട്ട് കുറ്റം പറയുകയല്ല, ഈ കാണിച്ചു കൊടുക്കേണ്ടവര് പ്രോപ്പർ ആയിട്ടുള്ള വഴി കാണിച്ചു കൊടുത്തില്ല അവരുടെ പാരന്റ്സും അല്ലെങ്കിൽ സഭാ പുരോഹിതന്മാരും അല്ലെങ്കിൽ ചർച്ച് ലീഡേഴ്സും എന്നുള്ളതാണ് യങ്ങർ ജനറേഷൻ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട. സഭയ്ക്ക് അവർ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. സഭ ചെയ്യണം, അവരുടെ മേജർ റോൾ ആണ്. കാര്യം 24 hours സഭയുടെ ദൗത്യമുണ്ടതായിരുന്നു. ഏത് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ഓടി വന്ന് കൂടി ആ വീട്ടിലേക്ക് കടന്നു വന്ന് ആ വീട്ടിനെ ഉള്ള ആ അവസ്ഥയിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. സഭ അതിനകത്ത് ആ വീട്ടിലുണ്ട്. ഒരു സഭയിൽ ഒരു വീട്ടിൽ വിഷു അടക്കുമ്പോഴത്തേക്ക് ആ സഭ ആ വീട്ടിൽ വരും.
എന്നിട്ട് ആ വീടിൻ്റെ ഇഷ്യൂസിനെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്യൂസിനെ 100% പരിഹരിക്കുന്നവരെ സഭ കൂടെ നിൽക്കും. അപ്പോൾ അവൻ്റെ ചുറ്റുമുള്ള എന്താണ് അവൻ ഇഷ്യൂ പരിഹരിക്കാൻ സഭയാണ്. അപ്പോൾ അവൻ സഭയോട് വീണ്ടും ഇഴുകിച്ചേർന്ന് എത്തിയാവും. ഇത് ഇഷ്യൂ വരുമ്പോഴത്തേക്ക് സഭ എന്ത് ചെയ്യും? മാറി നിൽക്കും. ഇഷ്യൂ സോൾവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാവും? സഭ ഇല്ലാതെ, ദൈവം ഇല്ലാതെ, സമൂഹത്തിൻ്റെ സഹായത്തോടെ ഇഷ്യൂ സോൾവ് ചെയ്യുന്ന ഒരു യുവാവിന് പിന്നെ ഇങ്ങോട്ട് വരാണ്ട് ഇവിടെ എൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ സൊസൈറ്റി ഉണ്ട്. പക്ഷേ സൊസൈറ്റിയിൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം ചുരുങ്ങിയ കാലം അവൻ ചിന്തിക്കാൻ പറ്റില്ല. ഷോർട്ട് ടേം ആണെന്നുള്ള അവൻ്റെ യൗവനം എന്നുള്ള ആ സമയത്ത് അവൻ്റെ ഇഷ്യൂസ് പരിഹരിക്കാൻ സൊസൈറ്റി റെഡിയാണ്. അവൻ്റെ ആരോഗ്യം പോകുമ്പോഴത്തേക്ക് നീ അവനവിടെ ഉപേക്ഷിക്കും. പക്ഷെ ആ ഉപേക്ഷിക്കുന്ന സ്ഥലത്തും പോലും സഭ എടുക്കാൻ പോകണമെന്നില്ല എന്നുള്ളതാണ്. അവിടെ വീഴുന്നവനെ പോലും എൻ്റെ കുഞ്ഞാടാണെന്ന് പറയാൻ സഭയ്ക്ക് പറ്റുന്നില്ല. നീ നിന്റെ പാട്ടിനോ, ഇന്ന് നമുക്ക് വേറെ ഉണ്ട്. പിന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ദൗത്യം ചെറിയ ദൗത്യമാക്കാം. ദൗത്യം എങ്ങനെ ചെറുതാക്കാം എന്നുള്ള ചിന്ത കൂടെ ഇവരുടെ സഭയ്ക്കകത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ എല്ലാം ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നതിനൊക്കെ ശേഷം പലരും ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനും ഗ്രൂപ്പിൽ ഇടാനും വേണ്ടിയിട്ടാണ് പല പ്രോഗ്രാമുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ ചർച്ചിനകത്ത് നടക്കുന്നത്. അത് എത്രത്തോളം നീഡഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് എത്തുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അത് എഫക്റ്റീവ് ആണ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസ് അത് വർത്താണോ എന്നുള്ളതല്ല നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഞാൻ വളരെ ജനറസ് ആയിട്ടുള്ള ആളാണ്, ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയാ സെൽഫ് പ്രൈഡ് എത്തുന്നുണ്ടോ എന്നുള്ളത് അല്ല വിഷയം. ഇവർ ചെയ്തു എന്ന് വരുത്തി തീർക്കാണ്, എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലും. പക്ഷെ അയാൾ എല്ലാ കാലം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കാര്യം. പക്ഷെ ആ ഒരു കാര്യം ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ഇടുക്കി ഭാഗത്തോട് ഞാൻ ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ, ഇടുക്കി ഭാഗത്ത് ഒത്തിരി മിഷൻ ചെയ്യുന്നുണ്ട് ഇടുക്കിയിൽ ആ ഭാഗത്ത്. പക്ഷേ അവിടെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 100% അത് യൂസ്ഫുൾ അല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചു. കാര്യം ബേസിക്കലി അവർ ആ അവസ്ഥയിലേക്ക് ആകാൻ കാരണം ബേസിക്കലി അവരെ ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ യഥാർത്ഥ കോസ് കണ്ടുപിടിച്ച് അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ കാണുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇഷ്യൂ ഏത്, അതിനെ സോൾവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയും ശരിയായി, അവിടെ ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ജസ്റ്റ് തിരിഞ്ഞ് നോക്കും, വീണ്ടും കാണുന്നത് അവരുടെ പഴയ ഫേസാണ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ സഹായം കൊണ്ട് ആ ഫേസിനെ പുതുതാക്കുന്നു. ഫേസ് മാത്രമേ മാറുന്നുള്ളൂ, അവിടെ ഹോൾ ബോഡി മാറുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് മെയിൻ വിഷയം ഇത് തന്നെയാണ്. അവർക്കും യുവാക്കളോടായാലും നമുക്ക് യുവാക്കളുടെ ഒരു സർവോന്മുഖമായ ഒരു ചേഞ്ച് വരുത്താനും അതിനെ മുഴുവനായിട്ട് സഭയായിട്ട് ബന്ധപ്പെടുത്താനും പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ വളരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ ആഘോഷപരമായ സന്തോഷപരമായ അവസരങ്ങളെല്ലാം അവർ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് പറ്റൂല എന്നുള്ളതാണ്. അത് അവിടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. സഭയിൽ യുവാക്കൾ കൂടി വരുമ്പോഴൊക്കെ സന്തോഷിക്കാനായിട്ട് ഉള്ള സ്ഥലമല്ല. ആശയങ്ങൾ പറഞ്ഞാൽ ഉത്തരം കിട്ടൂല. ഇവിടെ ആ ഉത്തരം തരാൻ ആരുമില്ല, കേപ്പബിൾ ആരുമില്ല. ഞാൻ തളർന്നാൽ എന്നെ താങ്ങാൻ ഈ ഭാഗത്ത് ആരുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് പോയി സഭയുടെ ഭാഗത്താണ് തെറ്റ്. പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ആഘോഷിക്കാൻ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ റിലീജിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറയും എന്നുള്ളതാണ് നമ്മുടെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ റിയാലിറ്റി എന്ന് വെച്ചാൽ തീർത്തും തെറ്റാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ക്രെഡിബിൾ ആയിട്ടുള്ള പല പഠനങ്ങളിലും കണ്ടെത്തിയിരിക്കുന്നത് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ എമംഗ് വിമൺ ഏറ്റവും കൂടുതൽ റിലീജിയസ് ആയിട്ട് റെഗുലറായിട്ട് ചർച്ച് ആക്ടിവിറ്റികളിൽ പോവുകയും ഫാമിലി പ്രെയറിൽ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിമണിലാണ് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതലുണ്ടെന്നുള്ളത് ക്രോസ് കൾച്ചറലി തന്നെ ഇന്റർനാഷണൽ നടത്തിക്കുന്ന പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് ആക്ച്വലി ഈ പറയുന്ന ആഘോഷം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ആഘോഷം കിട്ടുമെന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്. ഞാനതിനകത്ത് ആഘോഷം മീൻസ് പറഞ്ഞത് അല്ല, നമ്മുടെ അങ്ങനെയാണ് ചർച്ചിനോട് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സെലിബ്രേഷനും ആഘോഷിക്കാനും എൻജോയ്മെന്റും കുറയും എന്നുള്ളതാണ്. പക്ഷെ അവർ ചിന്തിക്കുന്നത് എന്താണ്, ഷോർട്ട് ടൈം ആയിട്ടുള്ള മൊമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവരെയും ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ലോങ് ടൈം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽമെന്റും കിട്ടുന്നത് റിലീജിയസ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള സീരിയസ് ആയിട്ട് ആൾക്കാരിലാണ്. അത് വാലിഡ് ഡോക്യുമെന്റ് ആണ്. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എമംഗ് വിമൻ റെഗുലർ ആയിട്ട് സീരിയസ് ആയിട്ട് ചർച്ച് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇൻവോൾവ് ആവുന്നവരാണ്.
അപ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ തോന്നിവാസം ചെയ്യുമ്പോഴല്ല യഥാർത്ഥത്തിൽ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ഈ മൊമെന്ററി പ്ലഷർ എപ്പോഴും ഇപ്പൊ ഈ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷനെ സബ്സിക്വന്റ്ലി ഉണ്ടാക്കും. മനസ്സിലാവും, പെട്ടെന്നൊരു സന്തോഷം കിട്ടുകയാണ്. പക്ഷെ ആ സന്തോഷം എന്ന് പറയുന്നത് മൊമെന്ററി ആയിട്ട് കിട്ടുമെങ്കിൽ ഒരു ഇരട്ടിയായിട്ട് ഫ്രസ്ട്രേഷൻ ആയിട്ട് ഓവർ ദ ടൈം മാറുകയാണ്. പക്ഷെ അങ്ങനെയല്ല, റിലീജിയസ് എന്റർപ്രൈസസ് ഒക്കെ തന്നെ നമ്മളുടെ ഹ്യൂമൻ നീഡ്സിനെ വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ള ഒരു മോറൽ എത്തിക്കൽ കോഡാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ നീഡ്സും മീറ്റ് ചെയ്യാനും പറ്റും, പക്ഷെ ലോങ്ങർ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽമെന്റ്. ഇപ്പൊ പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പ് പാടില്ല. അത് എവിടെ നിന്ന് വന്ന ഐഡിയ ആണ്? റിലീജിയനിൽ നിന്ന് വന്ന ഐഡിയ ആണ്. ഒരിക്കലും നമ്മുടെ ഒരു സെക്യുലർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അത് വലിയ രീതിയിലുള്ള, അതായത് ഏറ്റവും വലിയ ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസ് ആണത്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇല്ല. പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതിനേക്കാൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സെക്സ് എന്ന് പറയുന്നത് വേറൊന്നില്ല. അത് റിലീജിയസ് ആയിട്ടുള്ള ഐഡിയ ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും ഓവർ ദ ടൈം കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി നമ്മുടെ യങ്ങർ ജനറേഷന് കൂടുതലായിട്ട് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യിച്ചാൽ മാത്രമേ അവർക്ക് ഇതിനകത്ത്. പക്ഷെ പഠിപ്പിക്കാനായിട്ട് സഭ തയ്യാറാവുന്നില്ല, സഭ മുതിരുന്നില്ല പഠിപ്പിക്കാനായിട്ട്. അതിനെ ഒരിക്കലും സമൂഹം പഠിപ്പിച്ച് സഭയിലോട്ട് കുഞ്ഞുങ്ങളാക്കത്തില്ല, ഒരിക്കലും വരില്ല. സഭയ്ക്ക് പഠിപ്പിക്കാൻ പറ്റണം. കാരണം സഭയുടെ കയ്യിൽ പഠിപ്പിക്കാൻ പാകത്തിനുള്ള യുവാവിനെ കിട്ടുന്നത് എന്ന് മുതലാണ്? യുവാവ് ആകുന്നതിന് മുന്നേ അവനെ എവിടെയുണ്ട്? സഭയിലുണ്ട്. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെഫ്റ്റ് ഐഡിയാസ് ആണ് പഠിപ്പിക്കുന്നത്. അത് ഒരാളെ ഒരിക്കലും കുഞ്ഞിലെ അവനെ നോക്കുന്നത് നീ പറക്കം പറ്റുമ്പോ നിനക്ക് ഇത് അവിടെ സൊസൈറ്റി പോകാന്നാണ്. നീ നല്ല വലിയ ആളാകുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ അവിടെ പോകണം, സൊസൈറ്റിയിൽ പോയി നിൽക്കാം. നമുക്ക് സഭ എന്ന് പറയുന്നത് സഭയിൽ ഈ കാര്യങ്ങൾ സൊസൈറ്റിയായിട്ട് ഒത്തിരി വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഹാർമോണിയാണ്, ഇവിടെ ഭയങ്കര ഹാർമോണിയാണ്. നിനക്കിങ്ങനെ പറന്ന് നടക്കാം. ഞായറാഴ്ച പള്ളിയിൽ വന്നില്ല എങ്കിൽ നിനക്ക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് ഉപരിയായിട്ട് ആണ് സഭയ്ക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ നിനക്ക് സമൂഹത്തിലെ ഹാർമോണി ഫീൽ ചെയ്യണമെങ്കിൽ നീന്റെ ചെവി ഇവിടെ ആയിരിക്കണം. അങ്ങനെ ഒരു സംഭവം സഭയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. സഭയുടെ സിസ്റ്റം മാറിപ്പോയി. സിസ്റ്റം അതിനെ ഫുൾ ആ സിസ്റ്റം ആയതുകൊണ്ടാണ് പല കാര്യങ്ങളിലും സഭയുടെ എഡ്യൂക്കേഷൻ ആയാലും സൺഡേ സ്കൂളിൽ തോന്നില്ലേ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും ശരി, PBS പലപ്പോഴും പല പാഠങ്ങളും കേട്ടുള്ളപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇത് ഈ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയാൻ, നമ്മൾ ജനിച്ചു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഈ പാലും പോഷണം കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് അവർ ശരീരം അതിനെ എടുക്കാനാണ്. അല്ല അവർക്ക് ഗുണമില്ലാത്ത പക്ഷെ ഭംഗിയുള്ള ഗുണമില്ലാത്ത ഒരു സാധനം കഴിയാൻ കൊടുത്തിട്ട് പ്രയോജനമുണ്ടോ പിള്ളേർക്ക്? ഇല്ല. പക്ഷേ കാണാൻ ഭംഗിയുള്ളതും പക്ഷെ കഴിച്ച ഗുണമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളെ കൊടുത്ത് എന്ത് ചെയ്യുന്നു? പ്രലോഭിപ്പിക്കാം. പക്ഷേ അത്ര രുചിയില്ലെങ്കിലും അത്ര കാണാൻ ഭംഗിയില്ലാത്തതും പക്ഷെ ഒത്തിരി ഗുണങ്ങളുള്ളൊരു സാധനം കൊടുത്ത് എന്ത് ചെയ്യുന്നില്ല? ശീലിപ്പിക്കുന്നില്ല. അത് കൊടുത്ത ഗുണം എന്താണ്? എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം ഭംഗി കുറവായിരിക്കും, രുചി കുറവായിരിക്കും, പക്ഷെ ഗുണം കൂടുതലായിരിക്കുമെന്ന് കുഞ്ഞിലെന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. അവൻ എന്ത് ചെയ്യും? ഇതിന്റെ വലുതിന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കും, വെയിറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ചെയ്യുന്നത് അത്ര നല്ല ഭംഗിയുള്ള കഴിക്കാൻ നല്ല പെട്ടെന്ന് രുചി കിട്ടുന്ന ഒരു സാധനം കൊടുക്കും. നോക്കുമ്പോൾ ഇത് അവിടെയും കിട്ടും, പിന്നെ അവിടെ പോയാൽ ബെറ്റർ അവിടെ കിട്ടും. പോയെന്ത് അവൻ രുചി മതി, രുചി അവിടെ കിട്ടും, അവിടെ കിട്ടും ഭംഗി. പക്ഷെ ഈ രുചിയുള്ളതും ഭംഗിയുള്ളതൊന്നും അകത്ത് ഗുണമില്ലാത്ത സാധനമാണെന്ന് ഇവന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിങ്ങനെ ആഹാരത്തിന്റെ ബേസിൽ മാത്രം നമ്മൾ അങ്ങനെ പറയണല്ല, ഇത് ആശയങ്ങളാണ്, വിശ്വാസമാണ്. ഈ യേശുവിനെ കുറിച്ചായാലും ശരി, യേശുവിനെ കുറിച്ച് നമ്മൾ അച്ഛൻ പറഞ്ഞ കാര്യവും അപ്പുറത്തെ ഒരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞ കാര്യവും ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞതും ഒരേപോലെയാണ്. സ്കൂൾ അധ്യാപകൻ പറയുന്നതും പള്ളി അച്ഛൻ പറയുന്നതും ക്രിസ്തുവിനെ പറ്റി പറയുന്നതും ഒരേപോലെയാ. ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവാവ് സഭയിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ആർക്കും അത് സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ഇപ്പൊ VBSന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടുള്ള VBSന്റെ തീം ഇവാലുവേറ്റ് ചെയ്തതും വളരെ ഷാലോ ആയിട്ടുള്ള ഉള്ളു പൊള്ളയായിട്ടുള്ള തീമുകളാണ്. കുട്ടികളെ ഒരിക്കലും റിയൽ ആയിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്കോ വാല്യൂസിലേക്കോ അടുപ്പിക്കാത്ത തരത്തിലുള്ള വെറും ഷാലോ ആയിട്ടുള്ള തീമുകളാണ്. ഒന്നുമില്ല.
ഒന്നുമില്ല. ഒട്ടും ചിന്തിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത തരത്തിലുള്ള തീമുകളും, നമ്മൾ നേരത്തെ വിമൻസ് ഫെലോഷിപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തീർത്തും ലിബറൽ ആയിട്ടുള്ള ആന്റി ബിബ്ലിക്കൽ ഭയങ്കര രസമുള്ള ഒരു റിയാലിറ്റിയിൽ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങളാണ് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുട്ടികളെ ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഈ 2-3 വർഷം ഞാൻ ഈ അടുത്ത് ചിന്തിക്കുന്ന VBSന്റെ പേരുകൾ, തീം പേരുകൾ, എനിക്ക് അത് കേട്ട് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഈ 10 ദിവസം എന്താണ്, 8 ദിവസം ചിന്തിക്കുമ്പോൾ എന്താണെന്നതിനെ പറ്റി ഒരു ബന്ധം ഉണ്ടാവില്ല ഈ പേര്. മറിച്ച് വളരെ ലളിതമായിട്ട് എന്തുമാത്രം പേരുകളുണ്ട്, തീർച്ചയായും എന്തുമാത്രം ലളിതമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിനെ കോട്ട് ചെയ്യാതെ സൊസൈറ്റിക്കകത്ത് നമ്മളൊരു പ്രോഗ്രാമിന് പേരിടുന്നു, ഇന്ന പേര് ബൂസ്റ്റ് ആൻഡ് സംഭവം. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ട്രാജിക് ആയിട്ടുള്ള ഫെന്റാസ്റ്റിക്കൽ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള പേര് സൊസൈറ്റി ഒരു പ്രോഗ്രാമിന് ഇട്ട് ആളെ ക്ഷണിക്കുന്നത് പോലെ നമുക്കും അതേ പേര് ക്ഷണിക്കാം. ആളെ കൂട്ടുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ പ്രായോഗികമായിട്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതല്ല പല VBS. എന്നിട്ട് ഈ സഭ എന്ത് ചെയ്യുന്നറിയാമോ? ഞങ്ങളുടെ സഭയിൽ യുവാക്കളില്ല, ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, VBS പഠിപ്പിച്ചു, അധ്യാപക സൺഡേ സ്കൂളിന് കൊടുത്തു, ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു, തലമുറകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഭയാണ്. പക്ഷേ യുവാക്കൾ സഭയിലുണ്ടാ? ഇല്ല. അവർ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല, പഠിപ്പിച്ചില്ല. ഞാനും പറഞ്ഞത് ഈ ഇപ്പോൾ പഠനത്തിന് വേണ്ടി ദൂരെ പോകുന്നവരെ പഠനത്തിന് വേണ്ടിയിട്ട് ദൂരെ പോകുന്നു. സത്യം പറഞ്ഞാൽ ദൂരെ പോകുന്ന ഒത്തിരി പേർക്ക് സഭയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്, കൂടുതലായിട്ട് പള്ളി എനിക്ക് ഞായറാഴ്ച എന്റെ പള്ളി ഇപ്പോൾ പറ്റിയില്ലല്ലോ എന്ന് സങ്കടമുണ്ട്. അവർ 5 വർഷം പുറത്തുനിന്നാലും 5 വർഷവും ആ ദുഃഖത്തോടെ നിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പഴുതനെക്കാട്ടിലും സഭയോട് അടുപ്പമുള്ളവരുണ്ട്. അത് ഈ സഭയിൽ നിന്ന് അകന്നു പോകണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതൊരു ചെറിയ കാലഘട്ട ശേഷം പൂർവ്വ ശക്തിയായിട്ട് ആ ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യും. പക്ഷേ സഭയ്ക്കകത്ത് അവരുടെ കാതലായ സമയം സഭയ്ക്ക് പിന്നെ ഒത്തിരി യുവാക്കൾ ഈ യുവത്വത്തിൻ്റെ ഏജ് പുറത്ത് സൊസൈറ്റിയിൽ പോയി സന്തോഷം അനുഭവിച്ചതിന് ശേഷം സഭയായിട്ട് ഒരു ബന്ധമില്ലാതെ നടന്നതിന് ശേഷം കുടുംബമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുന്നവരുമുണ്ട്. അപ്പോൾ അവർ കുറേ കാലം പഠിച്ചു വരുന്നവരാണ്. അവിടുത്തെ ലൈഫ് അത്ര അത് നീണ്ടു നിൽക്കുന്നതല്ല, സഡൻ കിട്ടി പോകുന്നതാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷേ സഭയ്ക്ക് പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അവരുടെ കാലഘട്ടത്തിനെ അവർ സഭയ്ക്ക് എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. പിന്നെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സഭ വാങ്ങിച്ചില്ല എന്നും പറയാം പറ്റില്ല. നമ്മൾ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചില്ല. നമുക്ക് ഇത് അവരുടെ എല്ലാ ആവശ്യം അവരുടെ ഈ ഒരു വലിയ കടൽ തീരത്ത് ഒരു ബോട്ടിനെ എങ്ങനെ കെട്ടിയിടും? സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലത്ത് കുറ്റിയടിച്ച് അതിൽ കെട്ടിയിടും, അല്ലേ? കാര്യം എന്താണ്? കടൽ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവന് അവിടെ ആ കടലിൽ പോയി എങ്ങോട്ടോ പാഞ്ഞു പോകാതെ അവനെ കെട്ടിയിടുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ചർച്ച് നടത്തുന്നത്. അതാണ് ചർച്ച്. ആ കുറ്റിയിൽ അവനെ കെട്ടാതെ അവനെ അയച്ചിട്ടിരിക്കുകയാണ്. അത് നീ അവിടുത്തെ റിസ്ക് നീ മനസ്സിലാക്കണം. നീ അവിടെ പോയിട്ട് വാന്ന് പറഞ്ഞാൽ അഴിക്കായിട്ട് അവിടെ കിടന്ന് അലയും, അവൻ തിരിച്ചു വരാൻ പറ്റില്ല. പലരും കെട്ടായിട്ടാണ് കാണുന്നത്, പക്ഷെ കെട്ടല്ല, അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതാണ് അവരെ ഈ ലോകത്ത് ലൈഫ് കുറെ കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സാധാരണ വാല്യൂസിന്റെ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമാണ്, മൈ വൈഫ് ഈസ് നോട്ട് എ റാൻഡം വിമൺ ഐ മെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. അതായത് നമ്മുടെ സ്ട്രീറ്റിൽ കാണുന്ന ഒരു വിമൺ അല്ല എൻ്റെ വൈഫ് എന്ന് പറയുന്നത്. ആ വിമണിൽ നിന്ന് എൻ്റെ വൈഫിനെ പ്രത്യേകത ഉള്ളതാക്കി മാറ്റുന്നത് വാല്യൂ ആണ്. ആ വാല്യൂ കിട്ടുന്നത് നമ്മുടെ റിലീജിയനിൽ നിന്നാണ്. അപ്പൊ ആ ഇൻസൈറ്റ് നമ്മുടെ യങ്ങർ ജനറേഷന് കൊടുക്കാത്തത് കൊണ്ടാണ്. അവര് കുറ്റം പറയുകയല്ല, ആക്ച്വലി അവർ കൊടുക്കാത്തത് കൊണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടും അതിന്റെ ഇമ്പോർട്ടൻസ് ഓൾഡർ ജനറേഷൻ അവർ ലൈഫിൽ കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടും ഒരു സൊസൈറ്റിയിലോ കുടുംബത്തിലോ കുടുംബജീവിതത്തിലോ വലിയ ഇഷ്യൂ വന്ന് ഫ്രണ്ട് നിൽക്കുമ്പോൾ സഭയ്ക്കകത്ത് നിൽക്കുന്നവരെന്ത് ചെയ്യും? ആ വലിയ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഒന്നും മാറിക്കൊടുക്കും. എന്തിനാണ്? അവന് മുന്നോട്ട് പോകണം. അവനെന്ത് ചെയ്യും? ആ വലിയ ഇഷ്യൂവിനെ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് മാറിക്കൊടുക്കാൻ ചിന്തിക്കും. ആ ഇഷ്യൂവിനെ അവൻ ഫേസ് ചെയ്യാൻ ആ ഇഷ്യൂവിൻ്റെ മുൻപിൽ അവൻ എന്ത് ചെയ്യില്ല. ഈ നമ്മൾ ഈ ടൈറ്റാനിക്കിൻ്റെ വിഷയം നമുക്ക് അറിയാം. ആ ഒരു വലിയ കേപ്പബിൾ ആയിട്ടുള്ള കപ്പലൊക്കെ തന്നെയാണ്. ആ വലിയ മഞ്ഞുമല അതിനേക്കാൾ വലുപ്പോൾ മഞ്ഞുമല വന്നപ്പോഴത്തെ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടിരുന്നത്? ഡൈവേർട്ട് ചെയ്യണം. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊന്നും ചെയ്യേണ്ട. അത് എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ലക്ഷ്യം അതല്ല, മുന്നോട്ട് എനിക്ക് പോകണം. പക്ഷേ
ഇന്നത്തെ യുവാക്കൾ എന്ത് ചെയ്യുന്നു, ആ വലിയ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നെഞ്ചും വെച്ച് ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. അതിൽ തട്ടി എന്ത് ചെയ്യുന്നു, അവർ തകർന്നു പോയാണ്. പക്ഷേ ക്രിസ്ത്യ വിദ്യാഭ്യാസം എന്ത് ചെയ്യും, അവനെ ഡീവേറ്റ് ചെയ്യണം കറക്റ്റായിട്ട്. നിന്റെ വഴി അതല്ല, നീ ഇങ്ങനെ വാ, നീ പോകേണ്ട വഴി ഇതാണ്, ഇത് ഈ വഴി പോ, നീ സമൂഹത്തിനകത്ത് ഇന്ന തിന്മകളാണ്, അവിടെ പോയി തട്ടണ്ട, തിരിച്ചു പോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മുടെ ചർച്ചിന്റെ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഈ ലോകത്ത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് ജീവിക്കേണ്ടതെന്നുള്ള കുറെ കൂടെ റാഷണൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള റൂള് ആണ് ആക്ച്വലി നമുക്ക് തരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. ആക്ച്വലി യങ്ങർ ജനറേഷനെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസിലോട്ട് കൂടുതൽ അടുപ്പിക്കാനും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഹിൻഡറൻസ് ആയിരിക്കുന്നു എന്നുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് വേറൊരു അവസരത്തിൽ വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.